എന്റെ സംഗീതവും ബലവും ഏറ്റവും അടുത്ത തുണയും എന്റെ സംഗീതവും ബലവും ഏറ്റവും അടുത്ത തുണയും ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വിങ്ങിടും വേളകളിൽ ഇരുൾ തിങ്ങിടും പാതകളിൽ ചേർന്ന് പാടാം. കരൾ വിങ്ങിടും വേളകളിൽ അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. എന്റെ സംഗീതവും ബലവും ഏറ്റവും അടുത്ത തുണയും എന്തോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. ഇത്ര നല്ലവനാ പ്രിയനേ, ഇത്രയിൽ രുചിച്ചറിവാൻ. ഇത്ര നല്ലവനാ പ്രിയനേ, ഇത്രയിൽ രുചിച്ചറിവാൻ. ഇടയായതിനാ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താതിയാ. ഇടയായതിനാ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താതിയാ. എന്റെ ചേർന്ന് പാടാം. ബലവും ഏറ്റവും അടുത്ത ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. Tonight I am speaking the word of God which is living and active. അമേ പ്രവർത്തിക്കുന്ന ജീവനുള്ള ദൈവവചനമാണ് ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്നത്. Everything I'm going to talk about comes from the word of God. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനമൊക്കെയും ദൈവവചനത്തിൽ നിന്നുള്ളതാണ്. Therefore it is my prayer that the word of God will come and hit your heart. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്, ഞാനിവിടെ പറയുന്ന ദൈവവചന നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് സ്പർശിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. And then you will be
transformed by the power of the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അതിനാൽ നിങ്ങൾ രൂപാന്തരപ്പെടുവാനിടയാകാം. by which your own personal life will be blessed. അതിനാൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം അനുഗ്രഹിക്കപ്പെടും. Your testimony in your church will be different. നിങ്ങളുടെ സഭയിലെ സാക്ഷ്യം വ്യത്യസ്തമായിരിക്കും. Many people will be drawn to Jesus Christ because of your life. അനേക ജീവിതങ്ങൾ യേശുവിങ്കിലേക്ക് നിങ്ങൾ നിമിത്തം കടന്നു വരുവാനിടയാകും. To begin with, I want you to help me, pastors, read 3 verses for us. ഇന്ന് രാത്രി കർത്തൃദാസന്മാർ ആരെങ്കിലും 3 വാക്യങ്ങൾ ദയവായി വായിക്കുവാൻ അപേക്ഷിക്കുന്നു. Matthew 5:9. മത്തായി സുവിശേഷം 5:9. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. Blessed are the peacemakers, they will be called sons of God or children of God. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മക്കൾ, പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. Second verse section, Romans 12:17-19. റോമാലേഖനം 12-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളും കൂടെ ദയവായി I വായിക്കണം. want God's people listen very carefully. ദൈവജനം ശ്രദ്ധിച്ച് ആ വാക്യങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കുക. റോമർ 12:17 മുതൽ 19 വരെ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കുവീൻ. Verse 18 says, if it is possible, as far as depends on you, live at peace with everyone. അദ്ദേഹത്തെ 18-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, സാധ്യത ഉള്ളിടത്തോളം എല്ലാവരോടും സമാധാനമായി ഇരിക്കണമെന്ന്. Final verse, 1 John 4:19-21. 1 യോഹന്നാൻ 4-ാം അധ്യായം 19-21. 19 മുതൽ 21 വരെ. 1 യോഹന്നാൻ 4:19 മുതൽ 21 വരെ. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവനിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. Our Father, we thank you for these key verses. Tonight, we, your servants, humbly stand before your people. We know you have a message for your people. Anoint us and bless us. In Jesus' name we pray. പിതാവേ, ഈ വചനങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തരായി ഞങ്ങൾ തിരുവചനത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നു. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കണമേ, അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. Amen. Conflict is a reality. വൈരുദ്ധ്യതകൾ യാഥാർത്ഥ്യമാണ്. In the midst of conflict, how we can be instruments of peace. വൈരുദ്ധ്യതകളുടെയും കലഹങ്ങളുടെയും നടുവിൽ നമുക്ക് സമാധാനത്തിന്റെ ഉപകരണങ്ങളായി, മാനദണ്ഡങ്ങളായി തീരുവാൻ കഴിയും. How we can be instruments of peace in the midst of conflict. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന കലഹത്തിന്റെയും വൈരുദ്ധ്യതകളുടെയും നടുവിൽ സമാധാനത്തിന്റെ വക്താക്കളായി തീരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. Today's newspaper, you can see conflict in our country. നമ്മുടെ രാജ്യത്തുള്ളതായ കലഹങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാൻ ഇന്നത്തെ ന്യൂസ് പേപ്പറിലൂടെ വായിക്കുവാൻ കഴിയും. Conflict in our homes. നമ്മുടെ കുടുംബങ്ങളിൽ നേരിടുന്ന വൈരുദ്ധ്യതകൾ. Today the Kerala family court will tell the divorce rate is increasing in our Christian state. നമ്മുടേതായ ക്രിസ്തീയ കുടുംബങ്ങളിൽ തന്നെ കേരളത്തിലെ അനേക കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നുവെന്ന് അതേ റിപ്പോർട്ടുകൾ പരാമർശിക്കപ്പെടുന്നു. Many young couples cannot get along. അനേക നവദമ്പതികൾക്ക് ഒരുമിച്ച് ചേർന്ന് പോകുവാൻ കഴിയാതെ വന്നിരിക്കുന്നു. Many are members of good churches. അനേകരും നല്ല സഭയുടെ അംഗങ്ങളാണ്. They know the Bible, they understand the Bible, the words of Christ. അവർ ക്രിസ്തുവിന്റെ വചനങ്ങളെ അറിയാം, ദൈവവചനം അവർക്കറിയാം, അവർക്ക് ദൈവവചനത്തെക്കുറിച്ച് പ്രാവീണ്യമുണ്ട്. Our churches are divided. നമ്മുടെ സഭകൾ വിഭാഗിക്കപ്പെടുന്നു. Many churches, there are many groups. അതേ അനേക സഭകളിലും പലവിധമായ സംഘങ്ങൾ, ഗ്രൂപ്പുകൾ ഉടലെടുക്കുകയാണ്. I am part of an Indian church in Chicago. ഞങ്ങൾക്ക് ഷിക്കാഗോയിൽ ഒരു ഇന്ത്യൻ സഭയുണ്ട്.
I'm part of an Indian church. ആമേൻ, ഞാൻ ആ ഇന്ത്യൻ സഭയുടെ ഒരു ഭാഗമാണ്. Very often this church is divided. ഈ സഭ കൂടെ കൂടെ വിഭാഗിക്കപ്പെടുകയാണ്. There are very reasons for conflict in our churches. നിരന്തരമായുള്ള കലഹങ്ങൾ ഈ സഭകളിൽ ഉടലെടുക്കുകയാണ്. Recently my church, some people left. ഈ അടുത്ത സമയത്ത് എൻ്റെ സഭയിൽ നിന്ന് ചില ആളുകൾ പിണങ്ങിപ്പോയി. One reason, there is a man in that church. ആമേൻ. അതിന്റെ കാരണം ആ സഭയിൽ ഒരു വ്യക്തി He wanted to control the pastor. ആ പാസ്റ്ററെ നിയന്ത്രിക്കുവാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നു. And if pastor doesn't follow him, ആമേൻ, ആ പാസ്റ്റർ അദ്ദേഹത്തിന് വഴിപ്പെടുന്നില്ല. and then he will threaten that he will leave with other people. അതുകൊണ്ട് പാസ്റ്ററെ അദ്ദേഹം ഭീഷണിപ്പെടുത്തി, ഞാൻ മാത്രമല്ല മറ്റു ചിലരെ കൊണ്ട് ഞാൻ ഈ സഭയിൽ നിന്ന് പുറത്തു പോകും. Recently he left with other people. മറ്റു ചില ആളുകളെ കൂട്ടിക്കൊണ്ട് ആമേൻ ആ സഭയിൽ നിന്ന് അദ്ദേഹം പുറത്തുപോയി. We see conflict in our churches. നമ്മുടെ സഭകളിൽ കലഹങ്ങൾ കാണുന്നു. Conflict is a reality. അതേ, കലഹങ്ങൾ, വൈരുദ്ധ്യങ്ങൾ ഒരു യാഥാർത്ഥ്യമാണ്. Few days ago you read in newspaper. ചില ദിവസങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ നിങ്ങൾ വായിച്ചതാണല്ലോ. It's a shocking news in Mumbai. അത് ബോംബെയിൽ ഒരു വലിയ വളരെ ആകസ്മികമായ ഒരു വാർത്തയാണ് കേട്ടത്. Double murder. 2 കൊലപാതകങ്ങൾ. Artist her name is, I believe, Hema Upadhyay. ഹേമ ഉപദേ എന്ന് പറയുന്ന ഒരു കലാകാരി കൊല്ലപ്പെടുവാനിടയായി. And her lawyer. അവളുടെ വക്കീലും കൊല്ലപ്പെടുവാനിടയായി. Think about both of their bodies stuffed in carton box. അതെ, ചില പെട്ടികളിൽ അടുക്കി, അതേ മോരികൾ ഓടകളിൽ അവരുടെ രണ്ടുപേരുടെയും മൃതശരീരം കൊണ്ടിട്ടിരുന്നു. If you read that news, behind the story there's a nasty divorce case going on. അതെ, ആ കഥകൾ പഠിക്കുമ്പോൾ അതിന്റെ പിൻപിൽ ചില വിവാഹമോചനത്തോട് ബന്ധപ്പെട്ട കഥകളുടെ ചുരുളുകളാണ് അഴിയുന്നത്. Conflict is everywhere. എല്ലായിടവും കലഹങ്ങളും വൈരുദ്ധ്യങ്ങളുമുണ്ട്. Today's Malayalam Manorama backside there is a very interesting news. മലയാള മനോരമയുടെ പുറകുവശത്തുള്ള പേജിൽ വളരെ രസകരമായ ഒരു വാർത്ത ഞാൻ ശ്രദ്ധിച്ചു. KSRTC bus went from Trichur to Bangalore. KSRTC ബസ് തൃശ്ശൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടു. But the driver and the conductor got into fight. എന്നാൽ ആ ഡ്രൈവറും ആ കണ്ടക്ടറും അവർ തമ്മിൽ വഴക്കുണ്ടായി. And the driver closed his cabinet. അതുകൊണ്ട് ഡ്രൈവർ തന്റേതായ സീറ്റിന്റെ ക്യാബിനറ്റ് താൻ അടച്ചു. And the conductor said, open it. അവൻ കണ്ടക്ടർ പറഞ്ഞു, നിങ്ങൾ അത് തുറക്കണം. He did not open it. ആ ഡ്രൈവർ അത് തുറന്നില്ല. And he broke the glass and got in and fought with him. അതുകൊണ്ട് ആ കണ്ടക്ടർ ആ ക്യാബിൻ അടിച്ചു പൊട്ടിച്ച് അതിനകത്ത് പ്രവേശിച്ച് ഡ്രൈവറുമായി യുദ്ധം നടത്തി മല്ലുപിടിച്ചു. Did you read that news today? ഇന്ന് നിങ്ങൾ ആ വാർത്ത വായിച്ചുവോ? Both of them lost a job. അവർക്ക് രണ്ടും ജോലി നഷ്ടപ്പെട്ടു. Maybe a simple thing. ചെറിയ കാര്യമായിരിക്കാം. Small conversation, difficult conversation, misunderstanding. ചെറിയ സംഭാഷണം, തെറ്റിദ്ധാരണയുടെ സംഭാഷണമായിരിക്കാം. When they started that conflict, they did not think about they will lose their important job. അവരുടേതായ വഴക്ക് തുടങ്ങിയപ്പോൾ, കലഹം തുടങ്ങിയപ്പോൾ അവർ ചിന്തിച്ചില്ല അവരുടെ ജോലി നഷ്ടപ്പെടുമെന്ന്. Conflict is a reality. കലഹം ഒരു യാഥാർത്ഥ്യമായിരിക്കും. How can we make this conflict for God's glory, bring to God's glory? ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കലഹങ്ങൾ, വൈരുദ്ധ്യങ്ങൾ എങ്ങനെ മാറ്റിയെടുക്കാം? When I see Christian families, our own Pentecostal families live in division and conflict, my heart aches. എൻ്റെ ഹൃദയം വേദനപ്പെടാറുള്ള സമയങ്ങളുണ്ട്. ക്രിസ്തീയ കുടുംബങ്ങൾ, പെന്തക്കോസ്ത് സമൂഹങ്ങൾ, വിശ്വാസ ഭവനങ്ങൾ ഒക്കെ കലഹത്തിലും വെല്ലുവിളികളിലുമായി, വഴക്കിലും പിണക്കത്തിലുമായി കഴിയുമ്പോൾ എൻ്റെ ഹൃദയം വേദനിക്കാറുണ്ട്. What is the message of Jesus Christ? യേശുവിന്റെ സന്ദേശം എന്താണ്? We heard Matthew 5:9. മത്തായി സുവിശേഷം 5:9 വായിച്ചു. Blessed are the peacemakers. Who are the peacemakers? സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ആരാണ് സമാധാനമുണ്ടാക്കുന്നവർ? It says, blessed are the peacemakers, they will be called children of God. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടും. Blessed are the peacemakers, not the problem makers. സമാധാനം ഉണ്ടാക്കുന്നവരാണ് ഭാഗ്യവാന്മാർ, അല്ലാതെ കലഹം ഉണ്ടാക്കുന്നവരല്ല ഭാഗ്യവാന്മാർ. Blessed are the peacemakers, not troublemakers. സമാധാനം ഉണ്ടാക്കുന്നവരാണ് ഭാഗ്യവാന്മാർ, വഴക്കുണ്ടാക്കുന്നവരല്ല. And they will be called the children of God.
സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. It is the desire of our Lord, our Savior, that we should live in peace. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുവിന്റെ ലക്ഷ്യം, ഉദ്ദേശം എന്ന് പറയുന്നത് നാം സമാധാനത്തിൽ ജീവിക്കണമെന്നുള്ളതാണ്. When you read the Sermon on the Mount, ഗിരിപ്രഭാഷണം പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ, there are 9 beatitudes we see there. അവിടെയുള്ള 9 വിധമായ ക്രിസ്തീയ ജീവിതത്തിന്റെ മനോഭാവങ്ങളെ അവിടെ വിവരിച്ചിട്ടുണ്ട്. This Sermon on the Mount is 3 chapters, 5, 6, 7. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളെ യേശുവിന്റെ ഗിരിപ്രഭാഷണങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു. The greatest sermons ever preached by somebody. ആരെങ്കിലും എപ്പോഴെങ്കിലും പ്രസംഗിച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായും സനാതനമായ ഒരു സന്ദേശമാണ് യേശുവിന്റെ ഗിരിപ്രഭാഷണം. Greatest sermons in the world, no sermon ever came out like that. യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിന് തുല്യമായി ഒരു പ്രഭാഷണവും ഇന്ന് വരെ ലോകത്തിൽ ആരും പ്രസംഗിച്ചിട്ടില്ല. These are the tenets of Christian discipleship. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറ മൂല്യങ്ങളെ നൽകുന്നതാണ് ഈ ഗിരിപ്രഭാഷണം. This the message of these beatitudes, how we should conduct ourselves as children of God. ദൈവമക്കൾ എന്നുള്ള നിലയിൽ എങ്ങനെ പെരുമാറണം എന്ന് ഈ ഭാഗങ്ങൾ നമ്മെ വിശദീകരിക്കുകയാണ്. My prayer tonight, ഇന്ന് രാത്രി എൻ്റെ പ്രാർത്ഥന, number 1, that you will be peacemakers. ഒന്നാമത് നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരായി മാറും. Number 2, you will have peace with God. നിങ്ങൾക്കോ രണ്ടാമതായി ദൈവത്തോട് സമാധാനം ഉണ്ടാകണം. Third, you will have peace with others. മൂന്നാമത് നിങ്ങൾക്ക് മറ്റുള്ളവരുമായി സമാധാനം ഉണ്ടാകണം. 3 things I like to explain as I move forward. ഞാൻ തുടർന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഈ 3 കാര്യങ്ങൾ നിങ്ങളോട് അതേ വിശദീകരിക്കും. And I will be giving an altar call when I finish it. ഞാൻ ഇത് സംസാരിച്ച് അവസാനിപ്പിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കായി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നതാണ്. Let's look at a few important things. ചില പ്രത്യേകമായ പ്രധാനമായ കാര്യങ്ങൾ I ശ്രദ്ധിക്കുക. want you to know the character of our God, the God of the Bible. ദൈവത്തിന്റെ സ്വഭാവങ്ങൾ, വിശുദ്ധ ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവത്തിന്റെ സ്വഭാവ വിശേഷണങ്ങൾ എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. God loves peace. ദൈവം സമാധാനം ഇഷ്ടപ്പെടുന്നു. From Genesis to Revelation, he communicates a deep desire to bless his people with the peace and use them to bring peace to others. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ദൈവം തന്നെ ജനത്തോട് സംസാരിക്കുമ്പോൾ, ദൈവത്തിന്റെ സന്ദേശം ജനത്തിന് നൽകുമ്പോൾ, ദൈവത്തോട് സമാധാനത്തിലും തങ്ങളിൽ തന്നെ സമാധാനമുള്ളവരായി ജീവിക്കുവാനും ദൈവം സന്ദേശത്തിലൂടെ ആഹ്വാനം ചെയ്യുക. വിശുദ്ധ ബൈബിളിലെ ദൈവം, peace is his character. ദൈവത്തിന്റെ സ്വഭാവം സമാധാനപരമാണ്. And frequently referred in the Bible is a God of peace. ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് സമാധാനത്തിന്റെ ദൈവമെന്ന്. Romans 15:33 we read God who gives us his peace. റോമലേഖനം 15:33 വാക്യം സമാധാനത്തിന്റെ ദൈവം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 Corinthians 13:11 is the God of love and peace. 2 കൊരിന്ത്യർ 13:11 അവൻ സമാധാനത്തിന്റെയും ആശ്വാസത്തിന്റെയും ദൈവമാണ്. Philippians 4:9 we read a God of peace will be with you. ഫിലിപ്പിയർ 4:9 പറയുന്നു സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. Judges 6:24 we read the Lord is peace. വചനം പറയുന്നു ദൈവം സമാധാനമാകുന്നുവെന്ന്. So peace is part of God's character. ദൈവത്തിൻ്റെതായ സ്വഭാവത്തിന്റെ ഭാഗമാണ് അത് സമാധാനം എന്നുള്ളത്. God loves peace and therefore he expects his people to have peace. ദൈവ സമാധാനം ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് തന്റെ ജനം സമാധാനത്തിൽ ഇഷ്ടപ്പെട്ട് ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Peace is one of the greatest blessings that God gives to those who follow him. യേശുവിൻ ദൈവത്തെ അനുഗമിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വരദാനമാണ് ദൈവിക സമാധാനം. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. Psalm 29:11 please read it. സങ്കീർത്തനം 29:11 വാക്യം ദയവായി ഒന്ന് വായിക്കണമേ. Please be ready to read some verses for me. ദൈവം ഇവിടെ പറയുന്ന വാക്യശകലങ്ങൾ കർത്തൃദാസന്മാർ ഉച്ചത്തിൽ വായിക്കുന്നത് ഒരു അനുഗ്രഹമായിരിക്കും. സങ്കീർത്തനം 29:11 29:11 യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. The Lord gives strength to his people. ദൈവം തന്റെ ജനത്തിന് ശക്തി നൽകുന്നു.
Nobody in the world can give us strength. ലോകത്തിലെ ആർക്കും ശക്തി തരുവാൻ കഴിയില്ല. Only the Creator God can give us strength that needs in our lives. ഇന്ന് രാത്രിയിൽ നാം ബലഹീനരായിരിക്കുന്ന നമുക്ക് വേണ്ടി സൃഷ്ടിതാവായ ദൈവം ശക്തി പകരുന്നവനാണ്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. തന്റെ ജനത്തിന് അവൻ ശക്തി നൽകുന്നു. We cannot find strength in our education. We cannot find strength in our family background. We cannot find strength in our church capacity. But our strength comes from the Lord. നമ്മുടെ സഭയുടെ പാഠവം കൊണ്ട് നമുക്ക് ചെറുത്ത് നിൽക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ വിദ്യാഭ്യാസമല്ല നമുക്ക് ശക്തി നൽകുന്നത്. നമ്മുടെ കുടുംബ പശ്ചാത്തലമല്ല ശക്തി നൽകുന്നത്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവജനത്തിന് ഉയരത്തിലെ ദൈവ ശക്തി നൽകുന്നു. ആ കരം തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ. Hallelujah. You and I know the people of the world depend upon the strength in this world. They failed. ഈ ലോകത്തിലെ ആളുകൾ ഈ ലോകത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുന്നവരാണെന്നും അവർ പരാജയപ്പെടുന്നവരെന്ന് നമുക്കറിയാം. The Lord bless his people with peace. ദൈവം തന്റെ ജനത്തെ സമാധാനം കൊണ്ട് അനുഗ്രഹിക്കും. If you came here, if you don't have real peace within you, God bless you with peace. ഇന്ന് രാത്രി സമാധാനമില്ലാതെയാണ് ഈ യോഗത്തിൽ വന്നതെങ്കിൽ ഇന്ന് രാത്രി ദൈവിക സമാധാനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. Maybe you are a member of a church. നിങ്ങൾ ഒരു പക്ഷെങ്കിൽ സഭയുടെ അംഗമാകാം. Maybe you are very active in the church. നിങ്ങൾ ഒരു പക്ഷെങ്കിൽ വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു God സഹോദരനാകാം. knows your heart. എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയം If അറിയുന്നു. you don't have real peace, tonight you need to pray to God. God, come and give me your peace. ഇന്ന് രാത്രി എനിക്ക് സമാധാനമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഇന്ന് രാത്രി സമാധാനത്തിന് ദൈവമേ എൻ്റെ ഹൃദയത്തിൽ ഇറങ്ങി വന്ന് എനിക്ക് സമാധാനം തരണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. Proverbs 16:7 we read, when a man's ways please the Lord, he makes even his enemies to be at peace with him. സദൃശവാക്യം 16:7 വാക്യം വായിക്കുന്നു. ദൈവത്തിന് ഒരു മനുഷ്യന്റെ വഴികളിൽ പ്രസാദം തോന്നുമ്പോൾ അവന്റെ ശത്രുക്കളെ പോലും ദൈവം അവന് അനുകൂലമാക്കി മാറ്റുകയാണ്. Hallelujah. ഹല്ലേലൂയ. If your ways are pleasing to the Lord, he will bring the enemies at peace with you. ദൈവത്തിന്റെ വഴികളിലാണ് നീ നടക്കുന്നതെങ്കിൽ, അല്ല നിന്റെ വഴികൾ നടക്കുന്ന വഴികൾ ദൈവത്തിന് പ്രസാദമെങ്കിൽ നിന്റെ ശത്രുക്കൾക്ക് പോലും നിന്നിലൂടെയുള്ള സമാധാനം ദൈവം നിന്നിലൂടെ പകരാൻ തുടങ്ങും. God repeatedly commands his people to seek and pursue peace. ദൈവം ആവർത്തിച്ച് തന്റെ ജനത്തോട് പറയുന്നു, സമാധാനം അന്വേഷിക്കുക, സമാധാനം പിന്തുടരുക. Please read Psalm 34:14. സങ്കീർത്തനം 34:14 വാക്യം. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. Listen, thank you very much, Pastor Varghese Mathai. Bible says, വേദപുസ്തകം പറയുന്നു, seek peace and pursue it. സമാധാനം അന്വേഷിക്കുക, അതിനെ പിന്തുടരുക. God is speaking it to his people. ദൈവം തന്റെ ജനത്തോട് സംസാരിക്കുന്നു. God is saying you must seek peace and pursue, go after it. സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുവാൻ തുടങ്ങണം. It's a command to all of us who are believers. ഇന്ന് രാത്രി ദൈവമക്കളോടെല്ലാമുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ്. If there is no peace in our family, നിന്റെ കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ, if there is tension between parents and children, മാതാപിതാക്കൾ മക്കളുമായുള്ള കലഹങ്ങൾ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിൽ, those of us who know the Lord, the word of God, we must seek peace and pursue it. ദൈവവചനം അറിയാവുന്നവർ, ദൈവവചനം കേൾക്കുന്നവർ, ദൈവവചനം പഠിക്കുന്നവർ, ദൈവവചനം ചിന്തിക്കുന്നവർ അതിനെ അന്വേഷിച്ച് പിന്തുടരുവാൻ തുടങ്ങണം. If our churches are divided, നമ്മുടെ സഭകൾ വിഭാഗിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ, instead of adding more problem to the church, we must seek and pursue peace. ആ കലഹത്തോട് വീണ്ടും കലഹം കൂട്ടാതെ വേണം, അതിന് പരിഹാരം ഉണ്ടാകത്തക്ക വേണം, അതിന് സമാധാനത്തോടെ ഇടപെടുവാൻ കഴിയുന്നവരാകണം ദൈവമക്കൾ. Colossians 3:15 we read, കൊലോസ്യലേഖനം 3:15 വാക്യം പറയുന്നു, let the peace of Christ rule in your hearts, since as members of one body you were called to peace.
അവൻ നിങ്ങൾ സമാധാനത്തിനായി വിളിക്കപ്പെട്ടിരിക്കുക. സമാധാനത്തിന്റെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ വാഴുമാറാകട്ടെ. നിങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവും സമാധാനത്തിൽ കാക്കപ്പെടുമാറാകട്ടെ. I want every believer to remember tonight the Apostle Paul saying to the Colossian church, you are called for peace. കൊലോസ്യ സഭയ്ക്ക് പൗലോസ്ലീഹ പറയുന്ന വാക്കുകൾ ദൈവമക്കൾ ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ സമാധാനത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. If there is a problem in our marriage, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, വിവാഹ ജീവിതത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ, instead of going away from each other, തമ്മിൽ അകന്നു മാറുന്നതിന് പകരം, but tonight God is speaking to us, we are called for peace. ഇന്ന് രാത്രി ദൈവം നമ്മോട് സംസാരിക്കുന്നു. നാം സമാധാനത്തിനായി വിളിക്കപ്പെട്ടവരാ. We must seek peace and pursue it. നാം സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരണം. Bible teaches, He promises to bless those who do so. Those who seek and pursue, God will bless them. സമാധാനം അന്വേഷിച്ച് പിന്തുടരുന്നവരെ, സമാധാനത്തിൽ കാക്കപ്പെടുന്നവരെ ദൈവം അനുഗ്രഹിക്കുമെന്ന് ദൈവവചനം പറയുന്നു. Psalm 37:37, please read for me. സങ്കീർത്തനം 37:37 വാക്യം. Psalm 37:37. The man who promotes peace, he will be blessed. സമാധാനം പ്രേരിപ്പിക്കുന്നവൻ, സമാധാനം ഉണ്ടാക്കുന്നവന് അവൻ അനുഗ്രഹിക്കപ്പെടും. He will have children. അവന് സന്തതികളുണ്ട്. His own children, more spiritual children. തന്റെ മക്കൾ മാത്രമല്ല, അനേക ആത്മീക മക്കൾ ഉണ്ടാകും. Amen. ആമേൻ. Proverbs 12:20 says, സദൃശവാക്യങ്ങൾ 12:20 പറയുന്നു, deceit is in the hearts of those who plot evil, but those who promote peace have joy. ദുഷ്ടത നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ വഞ്ചനയുണ്ട്, സമാധാനം വാഞ്ചിക്കുന്നവരിലോ സന്തോഷമുണ്ടെന്ന് പറയുന്നു. I want you to very carefully listen these things. ഈ വാക്കുകളെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. God describes His covenant with His people in terms of peace. ദൈവത്തിന്റെ ജനത്തോട് ദൈവം തന്നെ നിയമ ഉടമ്പടി ചെയ്യുന്നത് സമാധാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. Please read Isaiah 54:10. 54:10 വാക്യം. എടുത്തൊരാൾ വായിച്ചു. Isaiah 54:10. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, Yes. എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളിച്ചെയ്യുന്നു. Tonight a powerful promise to all of us. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം നമ്മോടെല്ലാം വാഗ്ദത്തമായി നൽകുകയാണ്. Though the mountains be shaken and the hills be removed, മലകൾ കുന്നുകൾ മാറിപ്പോയാൽ, yet my unfailing love for you will not be shaken, nor my covenant of peace be removed. ദൈവത്തിന്റെ സ്നേഹം മാറിപ്പോകത്തില്ല, അവന്റെ സമാധാനത്തിന്റെ നിയമം നിന്നിൽ നിന്ന് നീങ്ങിപ്പോകുകയുമില്ല. God describes His covenant with His people in terms of peace. സമാധാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം തന്നെ ജനത്തോട് ഉടമ്പടിയെ കുറിച്ച് വിശദീകരിക്കുന്നത്. My brothers and sisters, so far I've been telling you, God loves peace. He is the giver of peace. എന്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, ദൈവം സമാധാനം ഇഷ്ടപ്പെടുന്നു, അവൻ സമാധാനം നമുക്ക് നൽകുന്നു. That is His character. അതാണ് ദൈവത്തിന്റെ സ്വഭാവം. And He expects us to pursue that peace. നാം അതിനെ പിന്തുടരുവാൻ ദൈവം നമ്മെ കുറിച്ച് പ്രതീക്ഷിക്കുന്നു. Now let's move to Jesus Christ. യേശു കർത്താവിലേക്ക് കടന്നു വരികയാണ്. Jesus Christ is the ultimate model and sacrifice for God's peace for us. ദൈവത്തിന്റെ സമാധാനം നമുക്ക് വേണ്ടി പ്രദർശിപ്പിക്കപ്പെട്ടതിന്റെ ആത്യന്തികമായ ഏറ്റവും വലിയ പ്രദർശനം കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന യേശുവിന്റെ ക്രൂശ് മരണവും ത്യാഗപരമായ പീഡകളും. And our Lord is the ultimate model and sacrifice for God's peace. ദൈവത്തിന്റെ സമാധാനത്തിന് വേണ്ടിയുള്ള പരമയാഗമാണ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. Luke chapter 1:78-79 we read, His Son Jesus Christ was sent to guide our feet into the path of peace. അവൻ സമാധാനത്തിന്റെ പാതകളിൽ അവൻ നമ്മെ നടത്തേണ്ടതിന് തന്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചുവെന്ന് ലൂക്കോസ് സുവിശേഷം 1-ാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. Somebody please read Luke chapter 1:78-79.
ലൂക്കോസ് വിശേഷം 1-ാം അധ്യായം 78-79 വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് ആ നമ്മുടെ കാര്യങ്ങളെ സമാധാന മാർഗ്ഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്രകരുടെ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. ഇസ്രായേൽ തന്നെത്താൻ കാണിക്കും നാൾ വരെ മരുഭൂമിയിലായിരുന്നു. That is talking about Jesus Christ our Lord. യേശു കർത്താവിനെ കുറിച്ച് പ്രസ്താവിക്കുന്ന വേദഭാഗങ്ങളാണ് ഇവിടെ വായിച്ചു കേട്ടത്. He was sent to guide our feet into the path of peace. കർത്താവ് തന്നെ സമാധാനത്തിന്റെ പാതയിലേക്ക് നമ്മെ നയിക്കുവാനാണ് സ്വർലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. People in this world live without peace. ഈ ലോകത്തിലുള്ള ജനം സമാധാനം ഇല്ലാതെ ജീവിക്കുകയാണ്. But for their path, Jesus is the only way to give them peace. എന്നാൽ അവരുടെ പാത യേശുവിലേക്ക് തിരിയുമ്പോൾ മാത്രമാണ് സമാധാനം അവർക്ക് ലഭിക്കുന്നത്. Many of you know how I lived 35 years ago. 35 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ജീവിച്ച കാര്യം നിങ്ങൾക്ക് ഒരുപക്ഷെങ്കിൽ ചിലർക്ക് അറിയാമായിരിക്കും. I'm going to share that later on. ഞാൻ എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പുറകാലെ പറയുവാൻ I ഇഷ്ടപ്പെടുന്നു. had everything, but I didn't have peace. എനിക്കെല്ലാം ജീവിതത്തിൽ ഉണ്ടായിരുന്നു, എന്നാൽ സമാധാനമില്ലായിരുന്നു. And then I didn't want to live. ഞാൻ ജീവിക്കുവാൻ ആഗ്രഹിച്ചു. I did not plan to live ജീവിക്കുവാൻ പോലും ഇഷ്ടപ്പെട്ടില്ല. because I didn't have peace. എനിക്ക് സമാധാനമില്ലായിരുന്നു. But Jesus Christ became path for my peace. എൻ്റെ ജീവിതത്തിന് യേശു എൻ്റെ പാതയായി തീർന്നപ്പോൾ ആ സമാധാനം എനിക്ക് ജീവിതത്തിൽ ലഭ്യമായി. Hallelujah. ഹല്ലേലൂയ. We read from the beginning to end, Jesus' mission was one of peacemaking. He was given the title Prince of Peace. Isaiah 9:6. യേശുവിന്റെ ജീവിതത്തിന്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെയും യേശു സമാധാനം ഉണ്ടാക്കുന്നവനായിരുന്നു, സമാധാന ദാതാവായിരുന്നു. യെശയ്യാ പ്രവാചകൻ പറയുന്നു, അവന്റെ പേര് സമാധാന പ്രഭു എന്നാണ്. ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. അവന്റെ പേര് സമാധാന പ്രഭു എന്നാണ്. Throughout Jesus' ministry, he was constantly preaching and giving peace. കർത്താവിന്റെ ശുശ്രൂഷയുടെ തുടർമാനമായി സമാധാനത്തെ കുറിച്ച് താൻ പറയുകയും പ്രസംഗിക്കുകയും സമാധാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. John 14:27, Jesus said, "Peace I live with you, my peace I give you. I do not give it to you as the world gives. Do not let your hearts be troubled and do not be afraid." യോഹന്നാൻ 14:20 വാക്യത്തിൽ കർത്താവ് പറയുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല. ആ സമാധാനം ഞാൻ എന്റെ പിതാവിൽ നിന്ന് നിങ്ങൾക്ക് തരുന്നതാണ്. Hallelujah. ഹല്ലേലൂയ. Jesus is speaking to everyone this evening. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിലൂടെ കർത്താവ് നമ്മോട് If സംസാരിക്കും. you don't have the real peace within you, നിങ്ങളിൽ ശരിയായ സമാധാനമില്ലെങ്കിൽ Jesus speaking to you. ഇന്ന് രാത്രി കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു. Peace I live with you, my peace I give you. ആമേൻ. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് തരും. I do not give it to you as the world gives. ലോകം തരുന്നത് പോലെയല്ല. Therefore do not your hearts be troubled and do not be afraid. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, നിങ്ങൾ ഭയപ്പെടുകയുമരുത്. We were talking about our Jesus. He was a supreme peacemaker. Jesus sacrificed his life so that we will experience with God peace and with one another. യേശുവിനെ കുറിച്ച് അത്രയും നാം സംസാരിക്കുന്നത്, അവൻ സമാധാനം അവൻ ഉണ്ടാക്കിയവനാണ്. അവൻ സമാധാനത്തിന്റെ അത്യുന്നതമായ അനുഭവം ജനത്തിന് ലോകത്തിന് നൽകിയവനാണ്. കാൽവറി ക്രൂശിലൂടെ ആ സമാധാനം നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണ്. I want to talk about the 3 dimensions of peace now. 3 dimensions of peace. ഈ സമാധാനത്തിന്റെ 3 വശങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ. Peace with God. ദൈവത്തോടുള്ള സമാധാനം. Peace within yourself. നമ്മളിലുള്ള സമാധാനം. Peace with one another. മറ്റുള്ളവരോടുള്ള സമാധാനം. I want you to listen carefully this. ഇന്ന് രാത്രി ശ്രദ്ധിച്ചു കേൾക്കുവാൻ ഞാൻ നിങ്ങളെ കുറിച്ച് My ആഗ്രഹിക്കുന്നു. brothers and sisters, എന്റെ സഹോദരി we സഹോദരന്മാരെ, cannot bring peace to others if we do not have real peace with God. നമുക്ക് ദൈവത്തോട് ശരിയായ സമാധാനമില്ലെങ്കിൽ മറ്റുള്ളവരോട് സമാധാനം ആചരിക്കുവാൻ കഴിയുകയില്ല. In our churches, we don't really get along with everybody.
നാം നമ്മുടെ സഭയിൽ എല്ലാവരുമായി ചേർന്ന് വരുവാൻ ചിലപ്പോൾ കഴിയില്ല. We don't give a shake hand to everybody. എല്ലാവർക്കും കൈ കൊടുക്കുവാൻ ഹസ്തദാനം ചെയ്യുവാൻ കഴിഞ്ഞെന്ന് വരുന്നില്ല. I was in a few days ago in New Delhi. ന്യൂഡൽഹിയിലായിരുന്നു ചില ദിവസങ്ങൾക്ക് When മുൻപ്. I arrived from Uttarakhand to Delhi, ഉത്തരാഖണ്ഡിൽ നിന്ന് ഞാൻ ഡൽഹിയിലെത്തിയപ്പോൾ that was at 4 o'clock in the morning. അത് രാവിലെ 4 മണിയായിരുന്നു. A pastor, Sergeant Varghese, received us. പാസ്റ്റർ സാജൻ വർഗീസ് എന്ന് പറയുന്ന ദേവദാസൻ ഞങ്ങളെ സ്വീകരിച്ചു. Pastor Sergeant comes from Tiruvalla side. തിരുവല്ല ഭാഗത്തുള്ള ഒരു കർത്തൃദാസനാണ് പാസ്റ്റർ സാജൻ. And all his family members are good believers. അദ്ദേഹത്തിന്റെ കുടുംബങ്ങളെല്ലാം വിശ്വാസികളാണ്. But Sergeant was telling me, ഈ സാജൻ എന്നോട് പറയുകയാണ്, he brought many of his family members to Delhi. തന്റെ കുടുംബങ്ങളെ പലരെയും ഡൽഹിയിൽ താൻ കൊണ്ടുവന്നു. He helped them to find jobs. ജോലി കണ്ടുപിടിക്കുവാൻ അവരെ സഹായിച്ചു. And one person went to New Zealand. അതിലൊരാൾ ന്യൂസിലാൻഡിലേക്ക് പോയി. Another person went to Dallas. മറ്റൊരു വ്യക്തി ഡാളസിലേക്ക് പോയി. Many of the family members are blessed by this pastor. ഈ കർത്തൃദാസന്റേതായ പ്രയത്നം മൂലം തന്റെ കുടുംബങ്ങൾ പലരും പല നിലയിൽ Sergeant അനുഗ്രഹിക്കപ്പെട്ടു. is serving as a pastor in Dallas. In Delhi. ന്യൂഡൽഹിയിലെ ഈ പാസ്റ്റർ സാജൻ ഒരു സഭാ ശുശ്രൂഷകനായി But സേവനം pastor അനുഷ്ഠിക്കുന്നു. was telling us, പാസ്റ്റർ ഞങ്ങളോട് പറയുകയാണ്, today many family members don't talk to us. എന്നോട് പല കുടുംബങ്ങളും സംസാരിക്കാറില്ല. Even though I brought them to Delhi, ഞാൻ അവരെ ഡൽഹിയിൽ കൊണ്ടുവന്നെങ്കിലും I suffered for their needs. അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ കഷ്ടം Today, സഹിച്ചു. because of family property issue, they don't get along with me. കുടുംബത്തിന്റെ സ്വത്തിന്റെ തർക്കനിമിത്തം എന്നുമായി ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ അവർ തയ്യാറല്ല. These are Christians we are talking about. അവരെ ക്രിസ്ത്യാനികളെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. These are Christians go to church. ഇവർ സഭയിൽ പോകുന്ന ആളുകളെ കുറിച്ച് ഞാൻ These പറയുന്നത്. are brothers and sisters. ഇവർ സഹോദരന്മാരും സഹോദരിമാരുമാണ്. My friends, how can we be real Christians if we don't get along one another? നാം മറ്റുള്ളവരുമായി സ്നേഹത്തിൽ വസിക്കുന്നില്ലെങ്കിൽ എങ്ങനെ ശരിയായ ക്രിസ്തീയ മക്കളാണെന്ന് പറയുവാൻ We കഴിയും? want to examine our lives. നമ്മുടെ ജീവിതത്തെ നാം ശോധന ചെയ്യണം. Tonight I'm not do any healing ministry. ഇന്ന് രാത്രി ഞാൻ രോഗശാന്തിയുടെ ശുശ്രൂഷയല്ല ചെയ്യുന്നത്. But what I want to ask God to touch your hearts. എന്നാൽ ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവം സ്പർശിക്കേണ്ടതിനായി ഞാൻ ദൈവത്തോട് I want പ്രാർത്ഥിക്കുകയാണ്. to ask you to examine your lives. നിങ്ങളുടെ ജീവിതത്തെ ശോധന ചെയ്യുവാൻ ഞാൻ നിങ്ങളെ കുറിച്ച് How is ആഗ്രഹിക്കുന്നു. your relationship with God? നിങ്ങൾക്ക് ദൈവമായുള്ള ബന്ധം എങ്ങനെയിരിക്കുന്നു? The apostle John wrote to the church. അപ്പോസ്തലനായ യോഹന്നാൻ സഭയ്ക്ക് എഴുതിയ ദൂത് ഇങ്ങനെയാണ്. He wrote to the second and third generation believers. രണ്ടാമത്തെ മൂന്നാമത്തെ തലമുറയ്ക്കാണ് യോഹന്നാൻ എഴുതുന്നത്. Do you love your brother or sister? നിന്റെ സഹോദരനെയോ സഹോദരിയോ നീ If സ്നേഹിക്കുന്നുവോ? you don't love നീ സ്നേഹിക്കുന്നില്ലെങ്കിൽ and yet you claim you know God, നീ ദൈവത്തെ അറിയുന്നു സ്നേഹിക്കുന്നു എന്ന് പറയും. you are a liar. നീ സഹോദരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നീ കള്ളനാകുന്നു. Bible says, വേദപുസ്തകം പറയുന്നു. yes, you say I know Jesus. നീ പറയുന്നു യേശുവിനെ എനിക്കറിയാം, I am baptized. ഞാൻ സ്നാനപ്പെട്ടു, I speak in tongues. ഞാൻ അന്യഭാഷ പറയുന്നു, I am a leader. ഞാനൊരു നേതാവാണ്. Yet I hate my brother or sister. എന്റെ സഹോദരനെ സഹോദരിയെ ഞാൻ പകയ്ക്കുന്നു. John says, you are a liar. യോഹന്നാൻ പറയുന്നു നീ കള്ളനാകുന്നു. Tonight we want to ask, do we have real peace with God? നമുക്ക് ദൈവത്തോട് ശരിയായ സമാധാനമുണ്ടോ? We cannot bring peace to others if we do not have peace with God. ദൈവത്തോട് നമുക്ക് സമാധാനമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുവാൻ സമാധാനം ഉണ്ടാക്കുവാൻ കഴിയില്ല. I don't know the spiritual condition of you tonight, my brothers and sisters. എന്റെ സഹോദരന്മാരെ, നിങ്ങളുടെ ആത്മീക നിലവാരം എങ്ങനെ ഇരിക്കുന്നുവെന്ന് എനിക്ക് ഇന്ന് രാത്രി അറിയുകയില്ല. Bible says because of our sin we are alienated from God. നാം ദൈവവചനം പറയുന്നു പാപനിമിത്തം നമ്മൾ ദൈവത്തിൽ നിന്ന് വേർപെട്ടവരാണ്. Isaiah 59:1 and 2 we read, surely the arm of the Lord is not too short to save, nor his ear too dull to hear. 59:1 വാക്യത്തിൽ പറയുന്നു, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണ ദൈവത്തിന്റെ കരം കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണ അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. But your iniquities have separated you from God, your sins have hidden his face from you so that he will not hear. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ മുഖം നിങ്ങൾക്ക് മറച്ചിരിക്കുന്നു, അവന്റെ ചെവി നിങ്ങൾക്ക് കേൾക്കാതെ ഇരിക്കുന്നു. I don't know what background you are from here tonight. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഏത് പശ്ചാത്തലത്തിലുള്ളവരാണെന്ന് എനിക്കറിയില്ല. Bible says because of your sin
അവൻ വേദപുസ്തകം പറയുന്നു നിന്റെ പാപം നിമിത്തം you are separated from God. ദൈവത്തിൽ നിന്ന് നീക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയുന്നില്ല. You are alienated from God. ദൈവത്തിൽ നിന്ന് നീ അകന്നു നിൽക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. Romans 6:23, we all know the wages of sin is death. റോമലേഖനം 6:23 വാക്യം പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണമത്രേ. The book of Ephesians chapter 2 എഫെസ്യ ലേഖനം 2-ാം അധ്യായം teaches very well we are dead in our sin and transgression. നാം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. Because of our sin and transgression we are dead, spiritually dead. നമ്മുടെ പാപവും അതിക്രമ നിമിത്തം അകൃത്യ നിമിത്തം ആത്മീകമായി നാം മരിച്ചവരാണ്. There the apostle Paul reminded the Ephesian believers, അതുകൊണ്ട് എഫെസ്യയിലെ വിശ്വാസികൾക്ക് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത് you followed the ways of the world. ആമേൻ, നിങ്ങൾ ലോകത്തിന് വേണ്ടി ജീവിക്കുകയായിരുന്നു. You followed the ways of the devil. പാപത്തിന്റെ പൈശാചികന്റെ വഴികളെയാണ് നിങ്ങൾ പിന്തുടർന്നത്. You followed the desires of the flesh. ജഡത്തിന്റെ മോഹങ്ങളെയാണ് നിങ്ങൾ നിവർത്തിക്കുവാൻ ഇഷ്ടപ്പെട്ടത്. Therefore you are dead in your sin and transgression. അതുകൊണ്ട് നിങ്ങളുടെ പാപങ്ങളിൽ അതിക്രമങ്ങളിൽ നിങ്ങൾ മരിച്ചവരാണ്. There verse 4 and 5 give confidence for us. 4-5 വാക്യങ്ങൾ നമുക്കൊരു ഉറപ്പും ധൈര്യവും നൽകുന്നുണ്ട്. Paul reminded the church, because of his great love and mercy and grace, you are now raised with the Christ, you are alive in Christ. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ മഹാ കരുണ നിമിത്തം അതിക്രമങ്ങൾ നിന്ന് പാപങ്ങൾ നിന്ന് ക്രിസ്തുവിനോടുകൂടെ അവൻ നമ്മെയും ഉയർപ്പിച്ചു. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. My brothers and sisters, if you don't have real peace with God, Christ died on the cross for us. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ദൈവത്തോട് നിങ്ങൾക്ക് സനാതനമായ സമാധാനം പുലർത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ കാൽവറി ക്രൂശിലേക്ക് നോക്കുക. ദൈവത്തിന്റെ സമാധാനത്തിന്റെ പ്രദർശനശാലയായി കാൽവറി ക്രൂശിൽ ക്രിസ്തു നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. You hear this every Sunday about this. ഇതിനെക്കുറിച്ച് എല്ലാ ഞായറാഴ്ചയും കേൾക്കുകയാണ്. But I want you to really think about it. എന്നാൽ നാം അതിനെക്കുറിച്ച് യഥാർത്ഥമായി ഒന്ന് ചിന്തിക്കണം. Because of God's great love, ദൈവത്തിന്റെ മഹാസ്നേഹ നിമിത്തം, because of God's great mercy, ദൈവത്തിന്റെ മഹാകരുണ നിമിത്തം, because of God's grace, ദൈവത്തിന്റെ മഹാദയ നിമിത്തം we are raised. നാം ഉയർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. We have a new life in Christ. നാം ക്രിസ്തുവിൽ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. You came today, this evening. ഇന്ന് രാത്രി സുവിശേഷ യോഗത്തിൽ നിങ്ങൾ വന്നു. We don't have peace within you. നിങ്ങൾക്ക് സമാധാനം ഉള്ളിലില്ലെങ്കിൽ, we don't have peace with others, നിങ്ങൾക്ക് മറ്റുള്ളവരോട് സമാധാനമില്ലെങ്കിൽ, I want you to receive the peace that Christ is offering to you tonight. ഇന്ന് രാത്രിയിൽ ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന വചനത്തിന്റെ ശക്തിയിലൂടെ ക്രിസ്തുവിന്റെ സമാധാന പരിശുദ്ധാത്മാവ് ഈ ഓഡിറ്റോറിയത്തിൽ അമ്മ പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി അത് ഏറ്റെടുക്കുവാൻ ചിലർ തയ്യാറാകട്ടെ, ചിലർ പ്രാപിക്കുവാൻ തയ്യാറാകട്ടെ. വിശ്വസിക്കുന്നവർ കരം തട്ടി ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഇന്ന് രാത്രി ആ സമാധാനത്തിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് പ്രാപിച്ചെടുക്കട്ടെ. Hallelujah. ഹല്ലേലൂയ. Please allow me to take 2-3 minutes share my testimony here. ഇന്ന് രാത്രി എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ 1-2-3 മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം. I was studying for second year BCom in 1979. 1979 ബികോം 2-ാം വർഷ വിദ്യാർത്ഥിയായി ഞാൻ I പഠിക്കുകയായിരുന്നു. come from a family of 8 children, many of you know. 8 മക്കളുള്ള ഒരു വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. Somehow God's grace and mercy, I was born as the firstborn. ഞാൻ ദൈവത്തിന്റെ കരുണ നിമിത്തം ആ വീട്ടിലെ ആദിജാതനായിരുന്നു. God is the one determine who must come first, second and third. We cannot question. Those days I questioned why God, why I was born, go through all the suffering and pain. ആ ദിവസങ്ങളിൽ ഭവനത്തിലെ മൂത്ത മകനായിരുന്നത് കൊണ്ട് ഒത്തിരി വേദനകളിലൂടെ കഷ്ടതകളിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വന്നതുകൊണ്ട് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഒന്നാമത്തെ മകനായി ഞാൻ ജനിച്ചത് എന്തിനാ എന്ന് ഞാൻ ചോദിപ്പാനിടയായി. ദൈവമാ നിശ്ചയിക്കുന്നത് ആദ്യം ആര് ജനിക്കണം, പിന്നെ രണ്ടാമത് മൂന്നാമത് ആര് ജനിക്കണമെന്ന്. Those days by my ignorance I asked God, it would have been better to born in another home, not in this home. കർത്താവേ, എൻ്റെ അറിവില്ലായ്മയിൽ അന്നത്തെ സമയത്ത് ഞാൻ ചോദിച്ചു, കർത്താവേ, ഈ വീട്ടിൽ ജനിക്കണ്ടായിരുന്നോ, വേറെ എവിടെയെങ്കിലും ജനിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു.
My father was a tough man. എൻ്റെ പിതാവ് വളരെ കർക്കശമുള്ള ഒരു മനുഷ്യനായിരുന്നു. Therefore, most of the days we were beaten because of his anger. അദ്ദേഹം കോപിഷ്ഠനായ ഒരു പിതാവായിരുന്നതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും അദ്ദേഹത്തിന്റെ ശിക്ഷണ നടപടികൾ ഞങ്ങൾക്കുണ്ടാകുകയും അടികൊള്ളുകയും ചെയ്യുമായിരുന്നു. Lot of sickness in the family. വീട്ടിനകത്ത് ഒത്തിരി രോഗങ്ങൾ, Demonic attack. പൈശാചികമായ ബന്ധനങ്ങൾ. We spend money in court and hospitals. ആശുപത്രികളിലും കോടതികളിലും ഒത്തിരി പണം ചെലവാക്കി. There was no peace in our home. ഞങ്ങളുടെ വീട്ടിൽ സമാധാനമില്ലായിരുന്നു. I asked my mother one day, my mother, why do we all live like this? എൻ്റെ മാതാവിനോട് ഒരു ദിവസം ഞാൻ ചോദിച്ചു, അമ്മേ, നമ്മളെല്ലാം എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? Why don't we buy some poison and eat and die and live with this world? നമ്മൾക്ക് അല്പം വിഷം വാങ്ങി കഴിച്ച് ഈ ലോകത്തിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെടാമെന്ന് നല്ലതല്ലേ? My mother told me, son, one day when you follow Jesus Christ, when you grow up, things will change. എൻ്റെ മാതാവിനോട് പറഞ്ഞു, മോനെ, ഒരു ദിവസം കർത്താവിനെ നീ അനുഗമിക്കുമ്പോൾ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, അന്ന് നീ ഇതെല്ലാം തിരിച്ചറിയും. We were not allowed to go and listen any gospel message. ഞങ്ങൾ മറ്റൊരു സുവിശേഷ പ്രസംഗം പോയി കേൾക്കുവാൻ ഞങ്ങൾക്ക് When I അനുവാദമുണ്ടായിരുന്നു. was growing up, my memories, Pastor C.K. Daniel conducting open air meetings, those places in Vellachal and Ayur and different places. വെള്ളച്ചാല ചെറുവക്കൽ പ്രദേശങ്ങളിലൊക്കെ പാസ്റ്റർ സി കെ ഡാനിയലിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന പരസ്യങ്ങളെ കുറിച്ച് അന്നത്തെ പോലെ ഇന്നത്തെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. I thank God for Pastor C.K. Daniel and his hard work in Vengur. പാസ്റ്റർ സി കെ ഡാനിയൽ തന്റെ കഠിന പ്രയത്നങ്ങൾ സുവിശേഷത്തിന് വേണ്ടിയുള്ള അധ്വാനങ്ങളൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Jacobite people didn't appreciate those days. ഓർത്തഡോക്സ് യാക്കോബ ബാക്ക്ഗ്രൗണ്ടിൽ പശ്ചാത്തലത്തിലുള്ള വ്യക്തികളായിരുന്നതുകൊണ്ട് ഞങ്ങൾ അതിനെയൊന്നും അഭിനന്ദിച്ചില്ല, അതൊന്നും By അംഗീകരിച്ചിരുന്നില്ല. ignorance and arrogance, we thought they are crazy people. ഞങ്ങളുടേതായ അറിവില്ലായ്മ കൊണ്ടോ ഞങ്ങളുടെ അഹങ്കാരഭാവം കൊണ്ടോ അവരെല്ലാം ആത്മീകത്തിന്റെ ആവേശതകൾ ഉള്ള ഒരുപറ്റം ആളെന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. Pastor C.K. Daniel is gone. പാസ്റ്റർ സി കെ ഡാനിയൽ ഈ ലോകത്തിൽ നിന്ന് മൺമറഞ്ഞു. I thank God for that powerful work is going on from there all over India. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ചെയ്യുന്ന കർത്തൃവേലകൾക്കായി സ്തോത്രം. Hallelujah. ഹല്ലേലൂയ. So for second year I happened to live in Ayur in a lodge. ഈ ആയൂരിൽ എൻ്റെ 2ാം വർഷ ബികോം പഠനത്തിൽ ഇവിടെ ഒരു ലോഡ്ജിൽ ഞാൻ താമസിക്കുകയായിരുന്നു. Across Javagar High School. ജവഹർ ഹൈസ്കൂളിന് എതിർവശത്തുള്ള ഒരിടത്ത് ഞാൻ By the താമസിക്കുകയായിരുന്നു. way, 10th high school I studied at Javagar. 10ാം ക്ലാസ്സിൽ ഈ ജവഹർ ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. So many memories walking from Vengur all the way to the school. വേങ്ങൂരിൽ നിന്ന് നടന്ന് യായൂര് വന്ന് പഠിക്കുന്ന ആ നടന്ന വരുന്ന ഓർമ്മകളൊക്കെ എനിക്കുണ്ട്. I asked my father for the second year, would you allow me to stay in a lodge and study for the examination? എൻ്റെ ഈ പഠനത്തിനായി പരീക്ഷയ്ക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകുവാൻ ലോഡ്ജിൽ പാർത്തുകൊണ്ട് പഠിക്കുവാൻ അനുവദിക്കുമോ എന്ന് പിതാവിനോട് ചോദിച്ചു. And father finally allowed. പിതാവ് അവസാനം അത് അനുവദിച്ചു. I stayed with some Muslim boys at that lodge. ആ ലോഡ്ജിൽ ഞാൻ ചില മുസ്ലിം സഹോദരന്മാരോട് ചേർന്ന് പാർത്തു I വന്നു. was studying at Angel St. John's College for BCom. ആ ബികോമിന് അഞ്ചൽ സെന്റ് ജോൺസിൽ ഞാൻ പഠിക്കുകയായിരുന്നു. When I was living there, 2 missionaries met with me. അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 ദൈവദാസന്മാർ എന്നെ കാണുവാൻ വന്നു. Pastor A.V. Thomas and John Nainan. പാസ്റ്റർ എ.വി. തോമസും പാസ്റ്റർ ജോൺ നൈനാർ. So I cannot forget those wonderful servants of God. അനുഗ്രഹീതരായ ദൈവദാസന്മാരെ എനിക്ക് മറക്കുവാൻ കഴിയുകയില്ല. I am talking 35 years ago. 35 വർഷം മുൻപുള്ള സംഭവം അത്രേ ഞാൻ പറയുന്നത്. Those days they didn't have much money. ആ ദിവസങ്ങളിൽ ധാരാളം പണമുണ്ടാക്കി. What I heard was 200 rupees Manakala gave for rent. ആ ദൈവദാസന്മാർ വളരെ കഠിനമായ 200 rupees they got from their office. അവരെ ഷാരോൺസ് ഫെലോഷിപ്പിന്റെ പ്രവർത്തകരായിരുന്നുകൊണ്ട് മണക്കാലയിൽ നിന്ന് 200 രൂപ അവർക്ക് ലഭിക്കുമായിരുന്നു. അവരുടെ വീട്ടുവാടകയായിരുന്നു. Most of the days they were hungry. അവർ മിക്ക ദിവസങ്ങളിലും പട്ടിണിയുള്ളവരായിരുന്നു. But yet they went around. എന്നാൽ എപ്പോഴും അവർ സുവിശേഷം മറ്റുള്ളവരിൽ പോയി പറയുമായിരുന്നു. And they came to my lodge. എൻ്റെ താമസ സ്ഥലത്തേക്ക് അവർ വന്നു. And they came
one evening, ഒരു ദിവസം വൈകിയ സമയത്ത് വന്നു. they came and shared the gospel. യേശുവിന്റെ വചനം എന്നോട് പറഞ്ഞു. They shared John 3:16. യോഹന്നാൻ 3:16 വാക്യം. God so loved the world. ദൈവം ലോകത്തെ സ്നേഹിച്ചു. And they said, Saji, God loves you. ആമേൻ സജി, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. Until that time, nobody told me that God will love you, God will care about ആ you. സമയം വരെ ആരും എന്നോട് പറഞ്ഞിരുന്നില്ല ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്ന്. I hated them. ഞാൻ അവരെ വെറുത്തു. I was arrogant. ഞാൻ ഹൃദയത്തിൽ I was ധാർഷ്ട്യമുള്ളവനായിരുന്നു. like a college young man, 20 years old, long hair, arrogant. അമ്മ എന്നെ നീട്ടി വളർത്തിയ മുടി, ഒരു യൗവനക്കാരനായി ഒരു കോളേജ് വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ ഹൃദയത്തിൽ ധാർഷ്ട്യമുള്ളവനായിരുന്നു. But every day they would come. എന്നാൽ എല്ലാ ദിവസവും അവർ അവിടെ വരും. Every evening they would come and love me. അവ എല്ലാ ദിവസവും വൈകിട്ട് വന്ന് അവർ എന്നെ സ്നേഹം They will read John 3:16. യോഹന്നാൻ 3:16 അവർ വായിക്കും. And they will read other verses. അവ മറ്റു വാക്യങ്ങൾ അവർ വായിക്കും. They would come every day. അവർ എല്ലാ ദിവസവും വരുമായിരുന്നു. When they came on the 6th day, ആറാമത്തെ ഒരു ദിവസം അവർ വന്നപ്പോൾ I was crying. ഞാൻ കരയുവാൻ തുടങ്ങി. Holy Spirit already worked in my heart. എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. When they came on the 6th day to that small lodge, ആമേൻ. ആറാമത്തെ ദിവസം എന്റെ താമസ സ്ഥലത്ത് വന്നപ്പോൾ I didn't have any argument with them. അവരുമായി ഒരു സംവാദത്തിനും ഞാൻ I തയ്യാറായില്ല. knelt down. ഞാൻ ഒരു തർക്കവും കൂടാതെ ഞാൻ മുഴങ്കാൽ I മടക്കി. asked pastors, would you pray for me? ആമേൻ. ദൈവദാസനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? Would you lay hands upon me? എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമോ? I vividly remember that evening. ഞാൻ വൈകിയ സമയം ഞാൻ ഓർക്കുന്നു. I cried to God. ഞാൻ ദൈവത്തോട് കരഞ്ഞു. I prayed a simple prayer. They asked me to pray. ഞാൻ ചെറിയ ലഘുവായ പ്രാർത്ഥന എന്നോട് പ്രാർത്ഥിക്കുവാൻ I did not ആവശ്യപ്പെട്ടു. understand everything. ഞാൻ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, എല്ലാം But മനസ്സിലായില്ല. I was touched by their love. എന്നാൽ അവരുടെ സ്നേഹത്താൽ ഞാൻ A സ്പർശിക്കപ്പെട്ടു. simple prayer I prayed. ഞാൻ ലഘുവായ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. Jesus, I am a sinner. കർത്താവേ, യേശുവേ, ഞാനൊരു പാപിയാണ്. Forgive my sins. എന്റെ പാപത്തെ ക്ഷമിക്കണം. Come into my life. എന്റെ ജീവിതത്തിൽ വരണമേ. A simple prayer. ഒരു ലഘുവായ പ്രാർത്ഥന. My friend, that was a genuine prayer. എന്നാൽ എന്റെ സ്നേഹിതരെ, അത് കാര്യമായ, അത് നിഷ്കളങ്കമായ ഒരു പ്രാർത്ഥനയായിരുന്നു. When I prayed that prayer, ഞാൻ ആ പ്രാർത്ഥന the പ്രാർത്ഥിച്ചപ്പോൾ peace of God came into my heart. ദൈവത്തിന്റെ സമാധാനം എന്റെ ഹൃദയത്തിൽ വന്നു. First time, I never experienced that peace in my life. എന്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദൈവിക സമാധാനം എന്റെ ഹൃദയത്തിൽ നിറയുവാൻ തുടങ്ങി. Because Christ promised, I leave my peace with you. എന്തുകൊണ്ടെന്നാൽ യേശു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് It തരുന്നു. is not like the world to give it to you. അത് ലോകം തരുന്നത് പോലെ അല്ല. It is a new peace. അതൊരു സ്വർഗീയ സമാധാനം. Hallelujah. ഹല്ലേലൂയ. Jesus said, those who are weary and tired, come to me. I will give you rest for your soul. I will give peace for your souls. ആമേൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം തരാം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. Hallelujah. ഹല്ലേലൂയ. What is the purpose of this annual convention? ഈ വാർഷിക കൺവെൻഷന്റെ ഉദ്ദേശം എന്താണ്? Most of us are believers. നമ്മളിലേറിയ ഭാഗം ആളുകളും വിശ്വാസികളാണ്. I believe 99% you are believers. 99% ആളുകളും ഈ ഓഡിറ്റോറിയത്തിൽ ദൈവമക്കൾ വിശ്വാസികളാണ്. Why the district spend so much money? എന്തുകൊണ്ടാണ് ഈ സെൻട്രൽ കൺവെൻഷനിൽ ഇത്ര പണം ചെലവഴിക്കുന്നത്? Why are you coming every day? എല്ലാ ദിവസവും ഞങ്ങൾ വരുന്നത് എന്തിനാണ്? And I believe for encouragement. ഞാൻ വിശ്വസിക്കുന്നു വിശ്വാസത്തിന്റെ സ്ഥിരീകരണത്തിനും ഉത്സാഹത്തിനും, For edification. അത് ആത്മീക വർധനവിനാണ്. And also to receive a challenge to reach more people. ആമേൻ. കൂടുതൽ ജനത്തിലേക്ക് ദൈവ ആത്മാക്കളെ നേടുവാൻ ഉള്ള ഉത്സാഹം ലഭിക്കുവാനാണ്. You know there are many people like me. There are so many young people out there without peace. ആമേൻ. എന്നെ പോലെ, ഞാനായിരുന്നത് പോലെ അനേക ആയിരക്കണക്കിന് ആളുകൾ ചുറ്റുപാട് സമാധാനം ഇല്ലാതെ ജീവിക്കുന്നുണ്ട്. There are so many people without peace. അനേക ആളുകൾ സമാധാനമില്ലാതെ ജീവിക്കുന്നു. That is why you are here for this conference. ഇന്ന് രാത്രിയിൽ അതുകൊണ്ടാണ് ഇവിടെ ആയിരിക്കുന്നത്. To encourage you, to challenge you. നിങ്ങൾക്ക് ആത്മീക വർധനവും ഉത്സാഹവും തരുവാൻ. To go and reach out to more people. അനേക ആളുകളെ, ആത്മാക്കളെ ഈ സമാധാന സുവിശേഷത്താൽ നേടുവാൻ. So that more people will be added to the church. അതിനാൽ സഭയിൽ കൂടുതൽ ആത്മാക്കൾ നിറയപ്പെടുവാനിടയാകും. It is my prayer because of this convention this year. ഈ വർഷത്തെ ഈ കോൺഫറൻസ്, ഈ കൺവെൻഷൻ നിമിത്തം
in your district, more believers will be added. ഈ സെന്ററിൽ കൂടുതൽ ആത്മാക്കൾ ചേർന്ന് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. And pastors will take a new commitment. More churches will be added. കർത്തൃദാസന്മാർ പുതിയ സമർപ്പണം ഏറ്റെടുക്കട്ടെ, പുതിയ സഭകൾ ചേർന്ന് വരട്ടെ. More churches to be planted in our area. ആമേൻ. ഈ സ്ഥലങ്ങളിൽ പുതിയ സഭകൾ, കൂടുതൽ സഭകൾ സ്ഥാപിക്കപ്പെടട്ടെ. Hallelujah. ഹല്ലേലൂയ. My friend, I got peace with God when I surrendered my life. എൻ്റെ ജീവിത കർത്താവിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ എനിക്ക് സമാധാനം ലഭിച്ചു. Like I received peace today, Jesus is to give you peace. എൻ്റെ ജീവിതത്തിൽ സമാധാനം ലഭിച്ചതുപോലെ ഇന്ന് രാത്രിയിൽ യേശു സമാധാനം തരുവാൻ ഇതിനകത്ത് I വന്നിട്ടുണ്ട്. remember when Pastor John Nayanan asked me first time to stand up and give my testimony. പാസ്റ്റർ ജോൺ നയനാൻ ആദ്യം എന്നോട് എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയുവാൻ പറഞ്ഞ സന്ദർഭം ഞാൻ ഓർക്കുന്നു. And the words that God gave it to me that day, I never forget. ആ ദിവസം എനിക്ക് നൽകിയ വാക്യം ഞാൻ ഒരിക്കലും മറക്കുകയില്ല. Psalm 4:8. സങ്കീർത്തനം 4:8. I will both lay me down in peace, sleep, for thou, Lord, only makest me dwell in safety. ആമേ. സമാധാനത്തോടെ ഞാൻ കിടന്നുറങ്ങും, നീയല്ലോ ദൈവമേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. Amen. Hallelujah. ഹല്ലേലൂയ. God is the one able to give us good peace and good sleep. ആമേൻ. ആ ദൈവമാണ് നമുക്ക് സമാധാനം തരികയും നമുക്ക് ഉറക്കം തരികയും ചെയ്യുന്നത്. Bible says, Psalm 37:11. സങ്കീർത്തനം 37:11 വേദപുസ്തകം പറയുന്നു, But the meek will inherit to the earth, അവൻ സൗമ്യതയുള്ളവർ ഭൂമി അവകാശമാക്കും, and shall be delighted themselves in abundance of peace. അവൻ സമാധാന ശ്രേയസിൽ സമൃദ്ധിയിൽ അവർ സന്തോഷിക്കും. You come to Jesus Christ, He will give you abundance of peace. അവൻ നിങ്ങൾ യേശുവിലേക്ക് വരിക, സമാധാനത്തിന്റെ ശ്രേഷ്ഠത സമൃദ്ധി യേശു തരും. Tonight, let me go very quickly. ഇന്ന് രാത്രി വളരെ വേഗം ഞാൻ കടന്നു പോകട്ടെ. I want you to know Jesus' reputation depends on our unity. നമ്മുടേതായ ഐക്യതയുടെ അടിസ്ഥാനത്തിൽ യേശു നമ്മെ ആദരിക്കുവാൻ, ബഹുമാനിക്കുവാൻ, അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുന്നു. Jesus' reputation in our community because of our unity. ആമേൻ. യേശുവിനെ കുറിച്ചുള്ളതായ നല്ല കേൾവി ലോകത്തെ ചുറ്റുപാടും ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഐക്യതയുടെ അടിസ്ഥാനത്തിലാണ്. Unity is more than a key to internal peace. ആമേൻ. നമ്മുടേതായ ഐക്യത നമ്മുടെ ആന്തരിക സമാധാനത്തിന്റെ തെളിവ് കൂടിയാണ്. It is also an essential element of your witness, Christian witness. ക്രിസ്തീയ സാക്ഷ്യത്തിൻ്റെതായ ബാഹ്യമായ പ്രകടനമാണ് നമ്മുടെ ഐക്യത എന്നുള്ളത്. My friends, no good testimony and witness when your life is filled with unresolved conflict and broken relationships. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ആമേൻ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ആമേൻ മുറിഞ്ഞ ബന്ധങ്ങളും തകർന്ന ബന്ധങ്ങളും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളോ നിമിത്തം ഒരിക്കലും ദൈവിക സമാധാനത്തിൽ ജീവിക്കുവാൻ കഴിയാതെ വരും. If our house is divided, നമ്മുടെ കുടുംബം വിഭാഗിക്കപ്പെട്ടിരിക്കുന്ന husband and wife coming to church but they don't talk each other, ഭർത്താവും ഭാര്യയും ഭവനവും സഭയിൽ വരുന്നു, പക്ഷെ തമ്മിൽ സംസാരിക്കയില്ല, they don't have real love, അവർക്ക് യഥാർത്ഥ സ്നേഹമില്ല, that affects Jesus' reputation. അത് യേശുവിന്റെ സാക്ഷ്യത്തെ ബാധിക്കും. When my wife and I preached in Amaravati district, ഞങ്ങൾ അമരാവതി ജില്ലയിൽ ഞാനും എൻ്റെ ഭാര്യയും പ്രസംഗിക്കുമ്പോൾ there was a couple in that meeting. ആ യോഗത്തിൽ ഒരു ദമ്പതികൾ വന്നിട്ടുണ്ട്. And the people later on said, അതിനുശേഷം ചില ആളുകൾ പറഞ്ഞു, Pastor, that man and his wife, ആ സ്ത്രീയും ആ പുരുഷനും they are in the ministry, അവർ ശുശ്രൂഷയിലാണ്, but they are divided by one wall, live in a house. അവർ ഒരു ഭിത്തിക്ക് അപ്പുറമാണ് അവരുടെ വീട്ടിൽ പാർക്കുന്നത്. They are divided by one wall. They don't talk each other. Last 15 years. അവൻ കഴിഞ്ഞ 15 വർഷമായി ഒരു വീട്ടിലാണ് പാർക്കുന്നതെങ്കിലോ അവൻ ഒരു ഭിത്തിയിൽ അമ്മയുടെ അപ്പുറത്തും ഇപ്പുറത്താണ് അവർ തമ്മിൽ സംസാരിക്കാറില്ല. Everybody knows about their life. അവരുടെ ജീവിതത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം. Their life affects reputation of Christ. യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യത്തെ അവരുടെ ജീവിതം ബാധിക്കും. We must examine our lives as Christian leaders, how we behave in our churches, how we conduct our church in our places. നമ്മുടേതായ സ്ഥലങ്ങളിൽ നമ്മുടെ സഭകളിൽ എങ്ങനെ ക്രിസ്തീയ ദൈവമക്കൾ എന്നുള്ള നിലയിൽ നാം പെരുമാറുന്നു, വസിക്കുന്നു എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. Jesus said,
യേശു പറഞ്ഞു, I give a new command. ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു. Love one another. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക. As I have loved you, so you must love one another. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. By this, everyone will know that you are my disciples. അതിനാൽ മറ്റുള്ളവരെല്ലാം അറിയും നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന്. And twice in that word, Jesus said, love one another. ആമേൻ. രണ്ട് പ്രാവശ്യം യേശു ആവർത്തിച്ച് പറയുന്നു. 34 and 35. ആമേൻ. 34 35 വാക്യങ്ങൾ. Love one another. Love one another. രണ്ട് പ്രാവശ്യം യേശു പറയുന്നു, അന്യോന്യം സ്നേഹിക്കുവിൻ. If you love one another, people will know you are my disciples. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമ്പോൾ ജനം അറിയാം നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന്. People know you belong to me. ജനം അറിയാം നിങ്ങൾ എനിക്കുള്ളവരെന്ന്. Tonight I want to ask this question very boldly. ഇന്ന് രാത്രി ഈ ചോദ്യം വളരെ ധൈര്യത്തോടെ ചോദിക്കട്ടെ. Pastors, we are in the same district. നാം ഒരേ ഡിസ്ട്രിക്റ്റിൽ കർത്തൃവേല ചെയ്യുന്നു. We work as a team in the district. നാം ഒരു ടീമായി പ്രവർത്തിക്കുന്നു. We give a shake hand. നാം കരങ്ങൾ കൊടുക്കാറുണ്ട്. Is it real? ഹസ്തദാനം കൊടുക്കുന്നത് Is it യഥാർത്ഥമാണോ? genuine? അത് നിഷ്കളങ്കമാണോ? When we work in a district, there are misunderstandings happen. ഒരു പ്രവർത്തനത്തിൽ ഒരു സെന്ററിൽ ആയിരിക്കുമ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം, സ്വാഭാവികം. If you don't do anything, no problem. ആമേൻ. നാം ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. When we work together, there will be misunderstanding. എന്നാൽ നാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. There will be conflict. ആമേൻ. വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകും. It's a good thing. അതൊരു നല്ല കാര്യമാണ്. It's a good thing. അതൊരു നല്ല കാര്യമാണ്. But how can we use this conflict to glorify God? ഈ വൈരുദ്ധ്യങ്ങളെ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും? How can we use to love one another deeply? ആമേൻ. മറ്റാഴമായി അന്യോന്യം അങ്ങനെ സ്നേഹിക്കാൻ കഴിയും? How can we use this conflict to love one another and serve each other very sincerely? ഈ കലഹത്തെ അന്യോന്യം സ്നേഹിക്കാന്, അന്യോന്യം സുതാര്യമായി ഇടപെടുവാന്, ആത്മാർത്ഥമായി സഹകരിപ്പാന്, ദൈവത്തിന് മഹത്വമാക്കി മാറ്റാനും കഴിയണം. Pastor Varghese Mathai is my good friend. We are very dear. പാസ്റ്റർ വർഗീസ് മത്തായി എൻ്റെ ആത്മാർത്ഥ സ്നേഹിതനാണ്. But when we work together, ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ there can be misunderstanding. There will be misunderstanding. തെറ്റിദ്ധാരണകൾ ഉണ്ടാകും. Now we don't work together, we have no problem. ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ചായിരിക്കുന്നില്ല, പക്ഷേ അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല. But when we have conflict, എന്നാൽ ഞങ്ങൾക്ക് കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ we must resolve in the ways of God. ദൈവത്തിന്റെ മാർഗത്തിൽ അതിനെ പരിഹരിക്കണം. And we must love more. ഞങ്ങൾ അധികം സ്നേഹിക്കണം. Because of that conflict, now I am called to peace. I must love him more. ആ കലഹമുണ്ടായത് നിമിത്തം ഞാൻ സമാധാനത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ സ്നേഹിക്കണം. By that love, everybody should know we belong to Jesus Christ. ആ സ്നേഹത്താൽ എല്ലാവരും അറിയാം ഞങ്ങൾ യേശുവിനുള്ളവരെന്ന്. Pastor, Sharon Fellowship is not part of IPC denomination. പാസ്റ്റർ Sharon Fellowship. ഷാരോൺ ഫെലോഷിപ്പിലെ പാസ്റ്റർ. Another maybe from AG. ആമേ. മറ്റൊരു പാസ്റ്റർ ഏജിയിലെ We പാസ്റ്റർ. must know we are all part of one God. നാം എല്ലാം ഒരേ ദൈവത്തെ സേവിക്കുന്ന അത്യുന്നതന്റെ ദാസന്മാരെന്ന് നമ്മൾ അറിയണം. We are all building God's kingdom. നമ്മളെല്ലാം ദൈവരാജ്യത്തിന്റെ പണിപ്പുരയിലാണ്. You know, when I was very young in ministry, I had a lot of difficulties. ഞാൻ ശുശ്രൂഷയിൽ വളരെ ചെറുപ്പമായിരുന്ന സമയത്ത് ഒത്തിരി പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. Our missionaries leave us. ഞങ്ങളുടെ പ്രവർത്തകർ ഞങ്ങളെ വിട്ടുപോകും. They take our motorbikes. ഞങ്ങളുടെ മോട്ടോർ ബൈക്കും കൊണ്ട് അവൻ സ്കൂട്ടറും കൊണ്ട് അവർ They പോകും. take our property. ഞങ്ങളുടേതായ സ്ഥലങ്ങളോ എന്തെങ്കിലും വസ്തുക്കളെ കൊണ്ട് അവർ പോകും. When I was 35, 40, I had a difficulty. 35-40 വയസ്സ് ഉള്ളായിരുന്ന ആ സമയത്ത് വളരെ പ്രയാസങ്ങൾ It's എനിക്കുണ്ടായിരുന്നു. hard work. Somebody gave $1,000 to buy a motorbike. Now we gave it to this missionary. അവൻ ആരോ $1000 തന്നോ ഒരു സ്കൂട്ടർ വാങ്ങി മിഷണറിക്ക് കൊടുക്കാൻ അദ്ദേഹത്തിന് അത് കൊടുത്തു. So I think about it. ചിന്തിക്കുക. I think about it. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കും. Lack of sleep. അവൻ ഉറക്കമില്ലായ്മ, Anger within me. എന്നിൽ തന്നെ കോപം, So many things happen. അവൻ ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചു. Finally, one day God told me, ഒരു ദിവസം ദൈവം എന്നോട് പറഞ്ഞു, this is not your bike. അത് നിന്റെ ബൈക്കല്ല, You don't own it. നിനക്ക് സ്വന്തമല്ല, Somebody gave it to you. നിനക്ക് ആരോ തന്നതാ. You are simply a manager. നിനക്ക് അതൊരു മാനേജരെ പോലെ ഉള്ളായിരുന്നു. And give that very joyfully that motorbike to that missionary. ആ മിഷണറിക്ക് ആ സന്തോഷത്തോടെ ആ ബൈക്ക് കൊടുത്തേക്കുക. He's working.
അദ്ദേഹം പ്രവർത്തിക്കുകയല്ലേ? He is building God's kingdom. അവൻ ദൈവരാജ്യത്തിന്റെ പണിക്കാരനാ. And I can thank God. God, you used me to give him a motorbike. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാൻ കഴിയും. ദൈവമേ, ആ മിഷണറിക്ക് ഒരു മോട്ടോർ ബൈക്ക് കൊടുക്കാൻ എന്നെ ഉപയോഗിച്ചല്ലോ, അതിനായി സ്തോത്രം. God, you allowed me to bless him with a motorbike. കർത്താവേ, ഒരു മോട്ടോർ ബൈക്ക് കൊടുക്കുവാൻ തക്കവണ്ണം എന്നെ നീ അനുവദിച്ചല്ലോ. And we are together building God's kingdom. ദൈവരാജ്യത്തിന്റെ പണിയിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നു. When God told me, I got peace. ആ വസ്തുത ദൈവാത്മാവ് എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് സമാധാനം ലഭിച്ചു. Hallelujah. ഹല്ലേലൂയ. I want to tell you today, my brothers and sisters, we are building God's kingdom. ദൈവരാജ്യത്തെ പണിയുന്നവരാണ് സഹോദരി സഹോദരന്മാരെ നമ്മൾ. We are only here 70, 80, 90 years. നമ്മൾ ഇവിടെ 70, 80, 90 വർഷങ്ങൾ മാത്രം. Who knows, we will live 70, 80. One of our pastors, we know in Ayur Junction, got accident and he died. ആമേൻ. എത്ര പേർക്കറിയാം 70 വർഷം നമ്മൾ ജീവിക്കുമെന്ന് ആർക്കും ഉറപ്പില്ല. നമ്മുടെ ഒരു കർത്തൃദാസൻ ഈ ആയൂർ ജംഗ്ഷനിൽ ആമേൻ വളരെ ചെറുപ്പക്കാരൻ ആമേൻ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. Let us use our lives to bless people. ആമേൻ. നമ്മുടെ ജീവിതം മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ ഉപയോഗിക്കുക. Let's use our life to bless people. നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ ഉപയോഗിക്കുക. And build God's kingdom. ദൈവരാജ്യം പണിയുവാനായി തുടങ്ങുക. Then we can live in peace. അതിനാൽ നമുക്ക് സമാധാനത്തിൽ ജീവിക്കാം. Jesus said, love one another. യേശു പറഞ്ഞു, അന്യോന്യം സ്നേഹിക്കുക. Hallelujah. ഹല്ലേലൂയ. The apostle Peter said this way. ആമേൻ. അപ്പോസ്തലനായ പത്രോസ് ഇങ്ങനെ പറഞ്ഞു, Finally, all of you be like-minded, be sympathetic, love one another, be compassionate and humble. ആമേൻ. സഹോദരന്മാരെ, നിങ്ങളെല്ലാം ഒരേ മനസ്സുള്ളവര്, ഏകഭാവമുള്ളവര്, അന്യോന്യ സ്നേഹമുള്ളവര്, തമ്മിൽ ആർദ്രതയും താഴ്മയും ഉള്ളവരായിരിപ്പീൻ. Do not repay evil with evil or insult with insult. തിന്മയ്ക്ക് പകരം ആരും തിന്മ ചെയ്യരുത്, ദോഷത്തിന് പകരം ആരും ദോഷം ചെയ്യരുത്. On the contrary, repay evil with blessing. എല്ലാ ശകാരത്തിന് പകരമോ അനുഗ്രഹം മാത്രം കൊടുക്കുവീൻ. Because to this you were called, so that you may inherit blessing. അതിനാൽ നിങ്ങൾ സ്വർഗീയ അവകാശങ്ങൾ, അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനിടയാകും. Tonight, when you leave this last day of the convention, ഈ കൺവെൻഷന്റെ അവസാന രാത്രിയിൽ ഈ ഓഡിറ്റോറിയം വിട്ടു പോകുമ്പോൾ examine if you have any problem with anybody. നിനക്ക് ആരോടെങ്കിലും എന്തെങ്കിലും കലഹങ്ങളോ വൈരുദ്ധ്യങ്ങളോ ഉണ്ടോന്ന് ശോധന ചെയ്യുക. Even within your own siblings, family members. നിങ്ങളുടെ കുടുംബ അംഗങ്ങളിൽ തന്നെ. It's a reality. We have problems within our own family members. നമ്മുടെ കുടുംബങ്ങളുമായി നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. യാഥാർത്ഥ്യമാണ്. Even within our church. നമ്മുടെ സഭയിൽ ഉണ്ടാകാം. Even with our neighbors. അത് നമ്മുടെ അയൽക്കാരുമായി ഉണ്ടാകാം. Today, make a commitment to God. ദൈവമായ ഒരു ഉടമ്പടി ചെയ്യുക. I will have peace with them. ഞാൻ അവരുമായി സമാധാനം ഉണ്ടാക്കും. I will bless them instead of cursing them. അവരെ ശകാരിക്കുന്നതിന് ശപിക്കുന്നതിന് പകരം അവരെ ഞാൻ അനുഗ്രഹിക്കും. I want you to know the enemy of peace is devil. ആമേൻ. സമാധാനത്തിന്റെ ശത്രു പിശാചാണ്. Bible teaches there is an enemy who is so committed to promote conflict and division among us. വേദവചനം നമ്മോട് പറയുന്നു, ആമേൻ, സമാധാനത്തെ ഇല്ലാതാക്കാനും കലഹത്തെ വർദ്ധിപ്പിക്കുവാനും ശത്രുവായവൻ പിശാച് വളരെ അധികം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. Therefore, 1 Peter 5:8 we read, be alert and of sober mind. 1 പത്രോസ് 5:8 പറയുന്നു, അതുകൊണ്ട് നിർമ്മതരായിരിപ്പീൻ. Your enemy, the devil, prowls around like a roaring lion looking for someone to devour. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റിത്തിരിഞ്ഞു നടക്കുകയാണ്. I want you to know the divisions are brought in our churches, in our homes, not by people, by the devil, the tactics of the devil. നമ്മുടെ സഭയിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിലുള്ള വിഭാഗീയത, പിണക്കങ്ങൾ, കലഹങ്ങൾ ജനത്താലല്ല ഉണ്ടായത്. അതിന്റെ പിൻപിൽ പ്രവർത്തിച്ച ഒരു അന്ധകാര ശക്തിയാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയട്ടെ. Yes, the devil is deceiving people. അവൻ ഈ പിശാച് ജനത്തെ വഞ്ചിക്കുകയാണ്. A small issue, he knows how it expand like a balloon. നിങ്ങളുടെ പ്രശ്നങ്ങളെ ഊതി വീർപ്പിച്ച ഒരു ബലൂൺ വീർപ്പിക്കുന്നത് പോലെ കലഹങ്ങളെ തിരിപ്പിക്കുവാൻ അവൻ കഴിയാം. Therefore, I want you to know, my brothers and sisters, ഇന്ന് രാത്രി എന്റെ സഹോദരന്മാരെ, Peter says, resist the devil. അതുകൊണ്ട് പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. Standing firm in
the faith. വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പീൻ. Because you know that the family of believers throughout the world is undergoing the same kind of suffering. ലോകത്തിലുള്ള അനേക ദൈവമക്കൾക്ക് ഇതേ പരീക്ഷയിലൂടെ അവർ കടന്നു പോവുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. Hallelujah. ഹല്ലേലൂയ. With the next 10 minutes I will give an altar call. അടുത്ത 10 നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. I want you to give a response to the altar call. ഇന്ന് രാത്രിയിൽ അവസാനമായി നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ആഹ്വാനം ചെയ്യുമ്പോൾ ഈ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ സമർപ്പിക്കുകയും ശോധന ചെയ്യുകയും Jesus ചെയ്യാം. said, "Blessed are the peacemakers." യേശു പറഞ്ഞു, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. They will be called the children of God. അവർ ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. I want you to make a decision, Lord. I want to be a peacemaker. ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയത്തിൽ നിർണായകമായ ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ ഞാൻ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവേ, ഒരു സമാധാനം ഉണ്ടാക്കുന്നവളായി മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Wherever you have placed me, I don't want to be a troublemaker. I don't want to be a problem maker. I want to be a peacemaker. എന്നെ ആക്കിയിരിക്കുന്ന സ്ഥലത്തും സ്ഥാനത്തും എവിടെയാണോ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആളായിട്ടല്ല, കലഹമുണ്ടാക്കുന്ന ആളായിട്ടല്ല, ഒരു സമാധാനം ഉണ്ടാക്കുന്ന വ്യക്തിത്വത്തിനുടമയാകുവാൻ ഞാൻ I ആഗ്രഹിക്കുന്നു. want you to respond to God today. ഇന്ന് രാത്രി ദൈവത്തോട് പ്രതികരിക്കുവാൻ ഞാൻ നിങ്ങളെക്കുറിച്ച് And ആഗ്രഹിക്കുന്നു. second, രണ്ടാമത് I want you to respond to God. ദൈവത്തോട് If പ്രതികരിക്കേണ്ടത്, you don't have peace with God, ദൈവത്തിൽ നിന്ന് സമാധാനമില്ലെങ്കിൽ the living God is here. ഇന്ന് രാത്രി ജീവനുള്ള ദൈവം ഇവിടെയുണ്ട്. He blesses his people with strength and peace. ദൈവം തന്റെ ജനത്തിന് ശക്തി നൽകി സമാധാനം നൽകി അനുഗ്രഹിക്കും. Examine your lives. നിങ്ങളുടെ ജീവിതത്തെ പരിശോധിക്കുക. You may be going to church for last 10 years or 15 or 20 years. കഴിഞ്ഞ 10, 15, 20 വർഷങ്ങളായി സഭയിൽ പങ്കെടുക്കുന്ന ആളായിരിക്കാം. Do you have assurance of eternal life? നിങ്ങൾക്ക് നിത്യതയെക്കുറിച്ചൊരു ഉറപ്പുണ്ട്. Do you have the assurance of eternal life? നിങ്ങൾക്ക് നിത്യതയെക്കുറിച്ച് ഉറപ്പുണ്ടോ? If you don't have peace with God, ദൈവത്തോട് സമാധാനമുണ്ടോ? today, ഇന്ന് രാത്രി come to him, ask for God's peace. ദൈവത്തോട് സമാധാനം പ്രാപിക്കേണ്ടതിന് ദൈവത്തോട് സമാധാനത്തെ അന്വേഷിക്കുക. Third, you know to whom you have problem with. നിങ്ങൾക്ക് പ്രശ്നമുള്ള, കലഹമുള്ള, വൈരുദ്ധ്യതയുള്ള ആരാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. Maybe with your pastor, നിങ്ങളുടെ പാസ്റ്ററോടായിരിക്കാം, maybe with your church members, നിങ്ങളുടെ സഭാ വിശ്വാസിയോടായിരിക്കാം, maybe with your neighbor, നിങ്ങളുടെ അയൽക്കാരനോടായിരിക്കാം, maybe with your brothers and നിങ്ങളുടെ sisters. സഹോദരനോ സഹോദരിയോടായിരിക്കാം. You know, നിങ്ങൾക്കറിയാം. as the word comes to your heart, God, the word is able to discern. ആമേൻ. നിങ്ങളോട് ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നിങ്ങളെ വിവേചിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം ആരോട് നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. I want to respond to God. ഇന്ന് രാത്രി നിങ്ങൾ ദൈവത്തോട് അവൻ പ്രതികരിക്കുവാൻ അല്ലെങ്കിൽ മറുപടി പറയുവാൻ ഞാൻ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. You should take a decision ഇന്ന് രാത്രി നിങ്ങൾ ഒരു തീരുമാനം to കൈക്കൊള്ളണം. reconcile the broken relationship. ആമേൻ. തകർന്നുപോയ, ഉടഞ്ഞുപോയ ബന്ധങ്ങളെ നിരപ്പാക്കുവാൻ ഒരു തീരുമാനം Whether കൈക്കൊള്ളണം. it is with your father or mother, നിന്റെ പിതാവിനോടോ or മാതാവിനോടായിരിക്കാം, with your brothers and sisters, ഓർ നിന്റെ സഹോദരനോടോ or സഹോദരിയോടായിരിക്കാം, church members, അതിന്റെ സഭാ or വിശ്വാസിയോടായിരിക്കാം, neighbors, അതിന്റെ അയൽക്കാരനോടായിരിക്കാം. you must have peace with them. അവരുമായി ഒരു സമാധാനം ഉണ്ടാക്കണം. Then this convention is a successful one. അങ്ങനെയെങ്കിൽ ഈ കൺവെൻഷൻ ഒരു വളരെ അനുഗ്രഹവും വിജയവുമായിരിക്കും. Listen very carefully next few minutes. ആമേൻ. ചില നിമിഷങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. How can you make peace with one another? ആമേൻ. അന്യോന്യം എങ്ങനെ സമാധാനം ഉണ്ടാക്കുവാൻ കഴിയും? 4 things. 4 കാര്യങ്ങൾ. Number 1, ഒന്നാമത്തെ കാര്യം, you must have a commitment to glorify God. ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഒരു സമർപ്പണം ഉണ്ടാകണം. 1 Corinthians 10:31 we read, 1 കൊരിന്ത്യർ 10:31 ഇങ്ങനെ വായിക്കും. whether you eat or drink, whatever you do it all for the glory of God. നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് തന്നെ ചെയ്താലും ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുവീൻ. Tonight you must have a deep desire, Lord, in my conflict I wanted to glorify you. ഇന്ന് രാത്രി ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നൊരു തീരുമാനവും ആഗ്രഹവും ഉണ്ടാകണം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ നിന്നെ എന്റേതായ കലഹങ്ങളുടെ നടുവിൽ നിനക്ക് മഹത്വം തരുവാൻ ഞാൻ If you ആഗ്രഹിക്കുന്നു. want to bring a broken relationship to peace, that is the commitment you need to have. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് ശിഥിലമായ ബന്ധങ്ങളെ ഒന്നിപ്പിച്ച് അത് നിരപ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അതായിരിക്കണം ആദ്യത്തെ സമർപ്പണം. A deep desire to glorify God. അവ രണ്ടാമത് ദൈവത്തിന് മഹത്വം കൊടുക്കാനുള്ള അതീവമായ ഒരു ആഗ്രഹം. Number 2, രണ്ടാമത്തെ കാര്യം, let the log out of your eye. Let the log out of your eye. Matthew 7:5.
മത്തായി സുവിശേഷം 7:9 വാക്യം, നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു മാറ്റുക. Many times we only see the speck in others' eye. നാം പലപ്പോഴും മറ്റുള്ളവരുടെ കണ്ണിലെ കരടുകളെ മാത്രമേ കാണുകയുള്ളൂ. We don't see the big problem, the plank in our eye. നമ്മുടെ കണ്ണിലുള്ള വലിയ പ്രശ്നങ്ങളെ നമ്മൾ കാണുകയില്ല. When I have a conflict with Pastor Alex John, പാസ്റ്റർ അലക്സ് ജോണുമായി എനിക്കൊരു പ്രശ്നമുള്ളപ്പോൾ I don't see big problem in my eye. എന്റെ കണ്ണിലുള്ളതായ കോലിനെ എനിക്കറിയില്ല. I only see small speck in my brother's eye. എന്റെ സഹോദരന്റെ കണ്ണിലുള്ള ചെറിയ കരടിനെ മാത്രമേ ഞാൻ കാണുകയുള്ളൂ. Jesus says you are hypocrite. യേശു പറയുന്നു നിങ്ങൾ കപടഭക്തിക്കാരനാണ്. First take the plank out of your own eye. നിന്റെ കണ്ണിലെ കോലെടുത്ത് കളയുക. Then you will see clearly to remove the speck from your brother's eye. അങ്ങനെയെങ്കിൽ നിന്റെ സഹോദരന്റെ കണ്ണിലെ കരടിനെ ചെറുതായിട്ട് നീ കാണുകയുള്ളൂ. If I have a problem with the Pastor Alex John, എനിക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ, in order to bring peace, സമാധാനം ഉണ്ടാകേണ്ടതിന്, in order to reconcile our broken relationship, ഞങ്ങളുടെ ശിഥിലമായ ബന്ധങ്ങളെ ഊഷ്മളമായി നിരപ്പിക്കേണ്ടതിന്, I must see my problem. ഞാൻ എന്റെ പ്രശ്നത്തെ കാണണം. I must be very humble. ഞാൻ താഴ്മയുള്ളവനാകണം. A very important verse, I want you to read it. ആമേൻ. വളരെ പ്രധാനമായ ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. Proverbs 17:14. സദൃശവാക്യം 17:14 വാക്യം. Proverbs 17:14. സദൃശ്യം 17:14 വാക്യം. കലഹത്തിന്റെ ആരംഭം മടവെട്ടി വെള്ളം വിടുന്നത് പോലെ, ആകയാൽ കലഹമാകും മുമ്പേ തർക്കം നിർത്തിക്കളക. Last one more time, please read it. Very good. കലഹത്തിന്റെ ആരംഭം മടവെട്ടി വെള്ളം വിടുന്നത് പോലെ, ആകയാൽ കലഹമാകും മുമ്പേ തർക്കം നിർത്തിക്കളക. What a wisdom from Solomon. എത്ര ശ്രേഷ്ഠമായ ജ്ഞാനമാണ് ശലോമോൻ നൽകുന്നത്. Starting a quarrel is like a breaching a dam. മടവെട്ടി അല്ലെങ്കിൽ അണപൊട്ടി ഒഴുകുന്നത് വെള്ളം ഒഴുകുന്നത് പോലെയാണ് ഒരു കലഹത്തിന്റെ ആരംഭം. So drop the matter before a dispute breaks out. കലഹം ഉണ്ടാകുന്നതിന് മുൻപേ തർക്കം നിർത്തിക്കളക. My sisters, you know simple problem in the family. നമ്മുടെ സഹോദരിമാരെ, ചെറിയ പ്രശ്നങ്ങൾ കുടുംബത്തിലുള്ളത് അറിയാം. Maybe you said something to your achachan. നിങ്ങളുടെ ഭർത്താവിനോട് ചെറിയൊരു കാര്യമായിരിക്കാം പറഞ്ഞത്. But that ended up in a big quarrel. അത് വലിയൊരു വഴക്കിൽ കലഹത്തിൽ ചെന്നു. Maybe your husband misunderstood. അതെന്നെ ഭർത്താവ് ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചു. He's very angry. അവന് കോപിഷ്ഠനാണ്. And that finally ended up in physical attack, physical abuse. അത് ശാരീരികമായ പീഡനത്തിൽ അത് ചെന്ന് അവസാനിച്ച വഴക്ക്. We know it. അത് നമുക്കറിയാം. It happens in Kerala, it happens in India. അത് കേരളത്തിൽ സംഭവിക്കുന്നു, ഇന്ത്യയിൽ സംഭവിക്കുന്നു. Therefore to Christians God is speaking. ദൈവ മക്കൾ എന്നുള്ള നിലയിൽ, ക്രിസ്തീയ മക്കൾ എന്നുള്ള നിലയിൽ ദൈവം പറയുന്നു, starting a quarrel is like a breaching a dam. ഒരു മട പൊട്ടി വെള്ളം ഒഴുകുന്നത് പോലെയാണ് കലഹത്തിന്റെ ആരംഭം. So drop the matter before a dispute breaks out. തമ്മിലുള്ള തർക്കം, വാദം, കലഹം ഉണ്ടാകുന്നതിന് മുൻപ് വഴക്ക് നിർത്തി കളയുക. Tonight take a decision. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കുക. Before quarrel starts, I will drop it. ഞാൻ കലഹം ഉണ്ടാകുന്നതിന് മുൻപ് ഞാൻ അത് നിർത്തും. God is speaking to sisters. സഹോദരിമാരോട് ദൈവം സംസാരിക്കും. God is speaking to brothers. സഹോദരന്മാരോട് ദൈവം സംസാരിക്കും. If we don't drop it, നാം അതിനെ നിർത്തുന്നില്ലെങ്കിൽ, we know quarrel will increase. ആ കലഹം വർദ്ധിക്കും. Then anger. അത് കോപം. Anger will lead to different bad things. ആ കോപം വളരെ കോപ പ്രവർത്തികളിലേക്ക് അത് നയിക്കും. Even murder. അത് കൊലപാതകത്തിലും അത് എത്തിക്കും. Third thing. മൂന്നാമത്തെ കാര്യം, gently restore. Gently restore the person who committed sin. ശാന്തമായി പാപം ചെയ്ത മനുഷ്യനെ ഉദ്ധരിക്കുക. Bible says when others fail to see their contribution to a conflict, we sometimes needed to graciously show them their fault. അവരുടേതായ ഹൃദയത്തിലെ കഠിനത നിമിത്തം പാപത്തിലോ പരാജയത്തിലോ ബലഹീനതയിലോ ഒരു മനുഷ്യൻ എത്തുന്നെങ്കിൽ സാവധാനത്തിൽ അവനെ ബുദ്ധി ഉപദേശിച്ച് അവനെ ദൈവിക സമാധാനത്തിലേക്ക് മടക്കി വരുത്തുക. ഈ ശബ്ദമുണ്ടാകേണ്ടതിന് എന്റെ രണ്ട് കരങ്ങളും ഒരുമിച്ച് ചേർത്തടിച്ചു. ഒരു കര നിമിത്തം ശബ്ദമുണ്ടാകിയില്ല.
put a part for this conflict, this noise. ഈ കലഹം ഈ ശബ്ദമുണ്ടാകുവാൻ രണ്ട് കരത്തിനും പങ്കുണ്ട്. അതുകൊണ്ടാണ് ആ ശബ്ദമുണ്ടായത്. If one person is not willing to understand the mistake, ഒരു വ്യക്തി തന്റെ തെറ്റുകൾ മനസ്സിലാക്കാൻ തയ്യാറല്ലെങ്കിൽ, Bible teaches we must gently restore that person. ആ വ്യക്തിയെ സാവധാനത്തിൽ പറഞ്ഞു ഉപദേശിക്കുകയും ശാന്തമായി ഉദ്ധരിക്കുകയും When ചെയ്യും. both of us have a conflict, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കലഹമുണ്ടാകുമ്പോൾ, when I am not willing to listen, ഞാൻ ശ്രദ്ധിക്കാൻ when തയ്യാറല്ലെങ്കിൽ, I am not willing to accept my mistake, എന്റേതായ തെറ്റിനെ അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ, not willing to repent, ഞാൻ മാനസാന്തരപ്പെടാൻ അനുദമിക്കാൻ തയ്യാറല്ലെങ്കിൽ, Bible teaches വേദപുസ്തകം പറയുന്നു what to do. എന്ത് ചെയ്യണമെന്ന്. Matthew 18:15-17. മത്തായി സുവിശേഷം 18:17 വാക്യം. If your brother or sister sins, go and point out their fault. അവൻ നിന്റെ സഹോദരനോ സഹോദരിയോ പാപം ചെയ്താൽ, തെറ്റ് ചെയ്താൽ അവരുടെ അടുക്കലേക്ക് ചെല്ലുക. Just between the two of you. അവൻ നിങ്ങൾ രണ്ടുപേർ തമ്മിൽ പറഞ്ഞു തീർക്കുക. If they listen to you, അവൻ നിന്നോട് കേൾക്കുന്നെങ്കിൽ you have won the matter. അവൻ നീ ആ വിഷയത്തിൽ ജയം നേടി. Verse 16, if they will not listen, അതിന്റെ 16 വാക്യം, ആ വ്യക്തി കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ, take one or two others along, so that every matter may be established by the testimony of 2 or 3 witnesses. നിങ്ങളോടൊപ്പം 1 or 2 പേരെ കൂടെ കൊണ്ടുപോവുക. 2 പേരുടെ വാമൊഴിയാൽ എല്ലാ കാര്യവും സാധ്യമാകും. If I don't listen, pastor can take 2-3 respected leaders come to my house, explain the problem. ഞാൻ കേൾക്കുന്നില്ല എങ്കിൽ പാസ്റ്റർക്ക് 1 or 2 പേരെ ആളുകളെ നേതാവിനെ പാസ്റ്റേഴ്സിനെ വിളിച്ചുകൊണ്ട് എന്റെ തെറ്റിനെ ബോധ്യപ്പെടുത്തുവാൻ എന്റെ അടുക്കലേക്ക് വരാം. Tonight I'm giving principle for peacemaking. ഇന്ന് രാത്രിയിൽ ഞാൻ സംസാരിക്കുന്ന സമാധാനം ഉണ്ടാക്കുന്നതിന്റെ തത്വങ്ങളെ കുറിച്ചത്രേ. Verse 17 Bible says if they still refuse to listen, 17ാമത്തെ വാക്യം, അവരുടെ മക്കൾ കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, tell to the church. സഭയോട് പറയുക. And if they refuse to listen even to the church, treat them as you would a pagan or tax collector. ദൈവസഭയ്ക്ക് കീഴ്പ്പെടുന്നില്ലെങ്കിൽ, ദൈവസഭയെ കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ ആ വ്യക്തിയെ ഒരു ജാതികനെ പോലെ തള്ളിക്കളയുക. Bible says, വേദപുസ്തകം പറയുന്നു, I believe if they are genuine, if both of us are genuine Christians, ഞങ്ങൾ രണ്ടുപേരും ശരിയായ നിലയിൽ ക്രിസ്ത്യാനികളായി ഇരിക്കുന്നുവെങ്കിൽ, I believe in the first step both of us will solve the problem. ഞങ്ങൾ ആദ്യത്തെ പടിയിൽ ഒരു പ്രശ്നവും ഞങ്ങൾക്കുണ്ടാകില്ല. Many cases we don't sit down and face to face, we don't talk our problem. ഞങ്ങൾ പല പ്രശ്നങ്ങളുടെ കലുഷിതകൾ ഉണ്ടാകുന്നത് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് മുഖത്ത് നോക്കി സംസാരിക്കുവാൻ തയ്യാറാകാത്തത് കൊണ്ട്. Tonight I tell you, pastors, ഇന്ന് രാത്രി ദൈവദാസന്മാരെ പറയട്ടെ, we don't face one another to share our issues. നമ്മുടേതായ പ്രശ്നങ്ങളെ പറഞ്ഞു തീർക്കുവാൻ മറ്റൊരാളോട് ഇരിക്കുവാൻ നമ്മൾ തയ്യാറല്ല. We use magazines, we use other people to talk about our problems. നമ്മുടെ പ്രശ്നങ്ങളെ മറ്റുള്ളവരോട് അവതരിപ്പിക്കുവാൻ മാസികകളോ പത്രങ്ങളോ അല്ലെങ്കിൽ മറ്റൊരാളെയോ ആണ് നമ്മൾ We ഉപയോഗിക്കുന്നത്. must stop it. അത് നമ്മൾ I അവസാനിപ്പിക്കണം. must have the humility and the courage to sit down, call Pastor Varghese Mathai. He's my brother. പാസ്റ്റർ വർഗീസ് മത്തായിയുമായി എനിക്കുണ്ടാകുന്നതായ തെറ്റിദ്ധാരണകളെ സംസാരിച്ച് തീർക്കുവാൻ അദ്ദേഹം എന്റെ സഹോദരനായതുകൊണ്ട് താഴ്മയോടെ അദ്ദേഹത്തോടൊപ്പം ഇരിക്കാൻ ഞാൻ He's തയ്യാറാകണം. my good brother. അദ്ദേഹം എന്റെ ആത്മാർത്ഥ I സഹോദരൻ. must call him. ഞാൻ അദ്ദേഹത്തെ വിളിക്കണം. Pastor, I know we are not talking for last 2-3 months. ദൈവദാസനെ കഴിഞ്ഞ 2-3 മാസമായി നമ്മൾ സംസാരിക്കുന്നില്ല. We know some problem. നമുക്ക് പ്രശ്നമുണ്ട്. I want to come to your home. Would you allow me to come to your home? ഞാൻ നിന്റെ വീട്ടിലേക്ക് വരട്ടെ, നിന്റെ വീട്ടിൽ വരാൻ അനുവദിക്കണം. If he's a good man, he will allow me. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെങ്കിൽ പറയും വരണം പാസ്റ്റർ. Then we will sit down face to face. ഞങ്ങൾ ഒരുമിച്ച് മുഖാമുഖം I believe the problem will be solved. ആ പ്രശ്നം തീരുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. We don't need a district pastor, we don't need MLA, we don't need a panchayat member to come and solve our problem. നമുക്കൊരു ഡിസ്ട്രിക്ട് പാസ്റ്ററോ MLAയോ പഞ്ചായത്ത് മെമ്പറെയോ ഒരു അധികാരിയോ പിന്നെ വേണ്ട. Hallelujah. ഹല്ലേലൂയ. I hope we will please tonight by listening God's word. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിനാൽ ദൈവിക പ്രസാദം നമ്മുടെ മേലുണ്ടാകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. My friends, we can listen the word and go through the other ear. എന്റെ സഹോദരങ്ങളെ, ഒരു ചെവിയിലൂടെ കേട്ടിട്ട് മറ്റേ ചെവിയിലൂടെ നമുക്കത് കളയാം. But if it doesn't go to our heart and work, there is no use. ഇന്ന് രാത്രി ആ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ സ്പർശിക്കുന്നില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഉപകാരം വരില്ല. We know Pentecostal movement is a great movement. പെന്തക്കോസ്ത് പെന്തക്കോസ്ത് പ്രസ്ഥാനം വലിയൊരു പ്രസ്ഥാനമാണ്, വലിയൊരു It is ചലനമാണ്. like a mighty fire moving everywhere in the world. ലോകത്തിന്റെ എല്ലാ കോണുകളിലും അതിശക്തമായ ഒരു അഗ്നിക്കാറ്റായി ഇത് ആഞ്ഞു But വീശിക്കൊണ്ടിരിക്കുകയാണ്. somehow Satan is using all of us
For a broken relationship, we have broken relationship. എന്നാൽ ഏതോ ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ പിശാച് നമ്മളെ വ്യക്തിബന്ധങ്ങളെ ഉടയ്ക്കുവാൻ അവന്റെ പ്രവൃത്തി അഴിച്ചുവിട്ടുകൊണ്ടിരിക്കും. We must stop tonight. ഇന്ന് രാത്രി അതിനെ അവസാനിപ്പിക്കണം. Because of our conference, നമ്മുടേതായ വൈരുദ്ധ്യങ്ങൾ നിമിത്തം we must take a decision. ഇന്ന് രാത്രിയിലെ കൺവെൻഷനിൽ നാം ഒരു തീരുമാനമെടുക്കണം. We will not have broken relationship. തകർന്ന ബന്ധങ്ങളുമായി പോകരുത്. We will please God with having peace with one another. നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെ ദൈവത്തോട് നാം സമാധാനമുള്ളവരാകണം. Finally, Matthew chapter 5:24, Bible says, go and be reconciled. മത്തായി സുവിശേഷം 5:24 വാക്യത്തിൽ വചനം പറയുന്നു, പോയി നിരപ്പ് പ്രാപിക്കുക. Please read one verse, I will close it. ഈ വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. മത്തായി 5:24. Matthew 5:22-24. മത്തായി 5:22, 23, 24. Please read it. Matthew 5:22-24. My friends, are you listening this? എൻ്റെ സ്നേഹിതരെ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നുവോ? Last verse tonight. ഇന്ന് രാത്രി അവസാനമായ ഒരു വാക്യം. Are you listening this? ഇന്ന് രാത്രി നിങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ? Pastor, would you read again one more time? ദയവായി ഒരു പ്രാവശ്യം കൂടെ വായിച്ചു. Ah, 23. Amen. First to go and be reconciled to them, then and come and worship me. ഒന്നാമത് ചെന്ന് നിന്റെ സഹോദരനോട് നിരപ്പ് പ്രാപിക്കുക, അതിനുശേഷം വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. I ask the district IPC, are your district, would you please Jesus by listening and responding to his word? ഇന്ന് രാത്രിയിൽ ആയോ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ ദൈവജനത്തോട് ആത്മാവിൽ ഞാൻ പറയുന്നു, ഈ വചനം കേൾക്കുക മാത്രമല്ല, ഇവിടെ നിന്നുകൊണ്ടൊരു തീരുമാനം എടുത്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവിക സമാധാനം പങ്കിടുവാൻ കഴിയുമോ? Conflict is a reality in our homes and churches. നമ്മുടെ കുടുംബത്തിലും സഭകളിലും വൈരുദ്ധ്യങ്ങൾ, കലഹങ്ങൾ ഒരു യാഥാർത്ഥ്യമാണ്. Can it use this conflict to glorify God? ഈ കലഹങ്ങളെയും ഈ വഴക്കുകളെയും ഈ പിണക്കങ്ങളെയും ദൈവത്തിന്റെ മഹത്വത്തിനായി തിരിക്കുവാൻ, മാറ്റുവാൻ ഇന്ന് രാത്രി കഴിയുമോ? Serve one another അന്യോന്യം സ്നേഹിപ്പാൻ കഴിയുമോ? and give peace to others. മറ്റുള്ളവരുമായി സമാധാനം ആചരിപ്പാൻ കഴിയുമോ? We must have a commitment to glorify God. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു സമർപ്പണം നമുക്ക് ആവശ്യമാണ്. Find the problem in you have contributed to the main problem. നിങ്ങൾ പ്രധാന പ്രശ്നത്തിന് നിങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് നിങ്ങളുടെ ഭാഗത്തുണ്ടായ പ്രശ്നത്തെ, തെറ്റിനെ നിങ്ങൾ തിരിച്ചറിയുക. Instead of accusing others, try to find the problem that you have contributed. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപേ ആ പ്രശ്നത്തിന് കാരണമായി നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് ഉണ്ടായ കാരണങ്ങളെ തിരുത്താൻ തയ്യാറാകുക. Gently restore the person who is unwilling to be restored. അതിനാൽ മറ്റു വ്യക്തിയെ നേടുവാൻ കഴിയും. Go and be reconciled. മറ്റു വ്യക്തിയെ പോയി നിരപ്പ് പ്രാപിക്കുക. Blessed are the peacemakers. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാൻ. They will be called the children of God. ദൈവത്തിന്റെ മക്കൾ എന്ന് അവർ വിളിക്കപ്പെടും. Please stand with me. ഇന്ന് രാത്രി എന്നോടൊപ്പം എഴുന്നേറ്റ് നിൽക്കുക. Hallelujah. 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 Everybody close your eyes. എല്ലാവരും ദയവായി കണ്ണുകളെ അടച്ചാട്ടെ. Hallelujah. I want you to know, God's people, I love you. ഇന്ന് രാത്രി ദൈവജനത്തെ ഞാൻ സ്നേഹിക്കുന്നു. നിങ്ങളെ ഓർത്ത്
ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രാർത്ഥനയുടെ Hallelujah. സെക്ഷൻ കഴിയുന്നത് വരെ ദയവായി ആരും പോകരുത്. Please, just to listen. This is the holy moment. ഇത് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ആരും പുറത്തു പോകരുത്. ശാന്തതയോടെ ഒരു നിമിഷം നിൽക്കുക. Next few minutes, please be silent and listen to God. ഇന്ന് രാത്രി ദൈവാത്മാവ് ചില പ്രത്യേക ദൂതുകൾ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ശാന്തമായി നിങ്ങൾ കേൾക്കുക. I want you to know I love you. ഇന്ന് രാത്രി നിങ്ങളെ സ്നേഹിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. God has brought you to this world. ഇന്ന് രാത്രി God has brought you to this world. ഇന്ന് രാത്രി ദൈവം നിന്നെ ഈ യോഗത്തിന് കൊണ്ടുവന്നു. God has brought you to this world. ഈ ലോകത്തിൽ ഒരു ജനനം ദൈവം നിനക്ക് നൽകി. 78 years by God's grace He allowed us to live. ആമേൻ. 70-80 വർഷങ്ങൾ ഈ ഭൂമിയിൽ ദൈവം അനുവദിക്കുന്നിടത്തോളം പാർക്കും. We fulfill our purpose, then we say goodbye to this world. നമ്മുടെ ഉദ്ദേശങ്ങളെ നിവർത്തിച്ചിട്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു We will say goodbye to our family members, our children and grandchildren. നമ്മുടേതായ കൊച്ചുമക്കളോടും മക്കളോടും എല്ലാം നമ്മൾ ആമേൻ ഗുഡ് ബൈ പറഞ്ഞ് യാത്ര പറഞ്ഞു പോകാം. But until we live, നാം ജീവിക്കുന്നിടത്തോളം, until we leave this world, നാം ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം we must have a good testimony. നമുക്ക് നല്ലൊരു സാക്ഷ്യം ഉണ്ടാകണം. We must have a good testimony wherever God has placed you. ദൈവം നമ്മെ ആക്കുന്നിടത്ത് നല്ലൊരു സാക്ഷ്യത്തിനുടമയാണ്. Whether you came from Kollam, whether you came from Trivandrum, whether you came from Chengulam, or whether you came from Vaikal, wherever you come from. നിങ്ങൾ കൊല്ലത്ത് നിന്നോ ട്രിവാൻഡ്രത്ത് നിന്നോ ചെങ്കുളത്ത് നിന്നോ വൈക്കൽ നിന്നോ എവിടെ നിന്ന് വന്നോ എവിടെ നിന്നായിരുന്നാലും God wanted to have a good testimony for him. ദൈവത്തിന് വേണ്ടി നല്ല ഒരു സാക്ഷ്യമായി തീരുവാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. Today you heard the word of God. ഇന്ന് രാത്രി ദൈവവചനം നിങ്ങൾ കേട്ടു. You heard again and again God's word, Matthew 5:9. ആമേൻ. വീണ്ടും വീണ്ടും ദൈവാത്മാവ് ഓർപ്പിക്കുന്നു മത്തായി 5:9. Blessed are the peacemakers. ആമേൻ. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. And God will call them children of God. അവരെ ദൈവമക്കൾ എന്നവർ വിളിക്കപ്പെടും. Do you want to be called the children of God? നിങ്ങൾ ഒരു ദൈവ മക്കളായി, മകനായി, മകളായി വിളിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവോ? Will you make a decision today? ഇന്ന് രാത്രിയിൽ ഒരു തീരുമാനം കൈക്കൊള്ളുമോ? Jesus, I want to be a peacemaker. കർത്താവേ, സമാധാനം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായി തീരുവാൻ ഞാൻ I ആഗ്രഹിക്കുന്നു. want to be a peacemaker in my village. എന്റേതായ ഗ്രാമത്തിൽ ഞാൻ പാർക്കുന്നിടത്ത് സമാധാനം ഉണ്ടാക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. In my office. എന്റെ ഓഫീസിൽ ഞാൻ സമാധാനം in ഉണ്ടാക്കാൻ my ഇഷ്ടപ്പെടുന്നു. school. എന്റെ സ്കൂളിൽ, In my church. എന്റെ സഭയിൽ, In my home. എന്റെ വീട്ടിൽ, In my wife's family home. എന്റേതായ ഭാര്യ വീട്ടിൽ I will be a peacemaker. ഞാൻ ഒരു സമാധാനം ഉണ്ടാക്കുന്നവനാണ്. I don't want to be a troublemaker. ഞാൻ ഒരു പ്രശ്നക്കാരനായി മാറാൻ I ആഗ്രഹിക്കുന്നു. don't want to be a problem maker. ഞാൻ ഒരു പ്രശ്നകലുഷിതനായി മാറാൻ ആഗ്രഹിക്കുന്നു. If that is your desire, would you raise your hands towards heaven? ഇന്ന് രാത്രി ദൈവത്തിന്റെ മകനായി, മകളായി സമാധാനം ഉണ്ടാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ വാഞ്ചയും തീരുമാനമെങ്കിൽ നിൽക്കുന്നിടത്ത് ദയവായി നിങ്ങളുടെ വലങ്കരങ്ങളെ ഉയർത്തിപ്പിടിക്കുമോ? Hallelujah, hallelujah, hallelujah. Thank you, Jesus. We thank you, Lord. ആ കരം ഉയർത്തിപ്പിടിക്കും. Hallelujah. ആ കരം ഉയർത്തിപ്പിടിക്കട്ടെ. Hallelujah. എനിക്ക് ദൈവ പൈതലായി അറിയപ്പെടണം. Hallelujah. എനിക്ക് ദൈവ മക്കൾ എന്ന് അറിയപ്പെടണം. Hallelujah. ആ പദവിയിൽ Lord, നിൽക്കുവാൻ touch every കഴിയും. person. Lord, touch every person ഇന്ന് right രാത്രി now. ദൈവമേ എല്ലാവരെ തൊടണമേ. Touch every person, oh God. എല്ലാവരെ തൊടണമേ കർത്താവേ. Anoint them. ഇന്ന് രാത്രി അഭിഷേകം, Grant them wisdom ഇന്ന് രാത്രി ജ്ഞാനാത്മാവ്, to be a peacemaker. ഒരു സമാധാനം ഉണ്ടാക്കുന്നവരായി മാറുവാൻ In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Second question I want to ask you. രണ്ടാമതൊരു ചോദ്യം ചോദിക്കട്ടെ. One time I didn't have peace with God. ഒരിക്കൽ എനിക്ക് ദൈവത്തോട് സമാധാനമില്ലായിരുന്നു. But Jesus Christ gave me peace. എനിക്ക് യേശു സമാധാനം നൽകി. Do you have peace with you? നിങ്ങൾക്ക് ഉള്ളിൽ Do you സമാധാനമുണ്ടോ? have peace in you? നിങ്ങൾക്ക് ഉള്ളിൽ സമാധാനമുണ്ടോ? Do not leave this place without having peace. ഈ സ്ഥലം വിട്ടു പോകുന്നതിന് മുൻപ് നിങ്ങളുടെ ഉള്ളിൽ സമാധാനമുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. Jesus says, I leave my peace with you. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. Jesus said, I come and give you peace. ഞാൻ വരുന്നു നിങ്ങൾക്ക് സമാധാനം തരുന്നു. It is not like the world gives അത് peace. ലോകം തരുന്നത് പോലെയല്ല എന്ന് യേശു പറഞ്ഞു. Anyone here to receive that peace? ഇന്ന് രാത്രി ആ സമാധാനം പ്രാപിപ്പാൻ ഇവിടെ ആരെങ്കിലും How ഉണ്ടോ? many of Jesus, I need this peace. ഇന്ന് രാത്രി യേശുവിലുള്ള സമാധാനം പ്രാപിക്കുക. My life is troubled. എന്റെ
ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്. My heart is troubled. എന്റെ ഹൃദയത്തിൽ കലങ്ങിയിരിക്കുന്ന I'm വേദനകളാണ്. afraid. ഞാൻ ഭയമുള്ളവനാണ്. I don't have peace. എനിക്ക് സമാധാനമില്ല. Lord, I need that peace. എന്റെ കർത്താവേ, എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും ഭയങ്ങളുടെയും നിരാശയുടെയും നടുവിൽ എനിക്ക് ആ സമാധാനം വേണം. The peace that you promised. എനിക്ക് നൽകിയ വാഗ്ദത്തത്തിന്റെ സമാധാനം. Any brother, any sister here courageous to raise your hand towards heaven? ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്ന സഹോദരി സഹോദരന്മാരിൽ ആരെങ്കിലും ധൈര്യത്തോടെ കരമുയർത്താൻ തയ്യാറാണോ? എന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ, എന്റെ പ്രതിസന്ധിയുടെ നടുവിൽ എനിക്ക് ഇന്ന് രാത്രി ആ സമാധാനം വേണം. ആ കരമുയർത്തി പിടിച്ചാട്ട്, ആ കരമുയർത്തി പിടിച്ചാട്ട് എന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ, എന്റെ നിരാശയുടെ നടുവിൽ, എന്റെ രോഗങ്ങളുടെ നടുവിൽ, എന്റെ ഭയത്തിന്റെ നടുവിൽ ഇന്ന് രാത്രി സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം ഇന്ന് രാത്രി എനിക്ക് വേണം. ആ കരമുയർത്തി പിടിക്കട്ടെ. Lord, grant your peace to your people now. ഇന്ന് രാത്രി പിതാവേ, പുത്രനായ യേശു മുഖാന്തരം ആ സമാധാനം ജനത്തിന്റെ മേൽ കൽപ്പിക്കണമേ. God's people, receive your peace now. ഇന്ന് രാത്രി ദൈവജനമേ, ആ സമാധാനം കൈക്കൊള്ളുക. Bless your people with peace. കർത്താവേ, അങ്ങയുടെ സമാധാനത്തിൽ ജനത്തെ അനുഗ്രഹിക്കണം. God's people, finally I want to ask you this. അവസാനമായി ഞാൻ ചോദിക്കട്ടെ, You know to whom you have broken relationship. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ബന്ധങ്ങൾ ഉലഞ്ഞിരിക്കുന്നത്, ബന്ധങ്ങൾ ഉടയപ്പെട്ടിരിക്കുന്നത് ആരുമാണെന്നറിയാം. Remember, blessed are the peacemakers, they will be called the children of God. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവമക്കൾ എന്ന് We are വിളിക്കപ്പെടും. called to have peace. നാം സമാധാനമുണ്ടാക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. We are called to seek and pursue peace. സമാധാനം അന്വേഷിച്ച് പിന്തുടരുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. You came here for this convention, ഈ കൺവെൻഷന് വേണ്ടി നിങ്ങൾ വന്നു. but you know you have problem with some people. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ചില ആളുകളുമായി പ്രശ്നമുണ്ട്. Maybe with your spouse, നിങ്ങളുടെ ഭാര്യയുമായിരിക്കാം, ജീവിത പങ്കാളിയുമായിരിക്കാം, maybe with your children, നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിരിക്കാം, maybe with your neighbors, നിങ്ങളുടെ അയൽക്കാരുമായിട്ടായിരിക്കാം, maybe with your church members, നിന്റെ സഭയിലെ വിശ്വാസികളുമായിട്ടായിരിക്കാം, maybe with your own pastor, നിങ്ങളുടെ സഭ പാസ്റ്ററുമായിട്ടായിരിക്കാം, maybe with your parents, നിങ്ങളുടെ മാതാപിതാക്കളുമായിരിക്കാം, or maybe with somebody. നാം മറ്റാരെങ്കിലുമായിട്ടായിരിക്കാം. But tonight, ഇന്ന് രാത്രിയിൽ will you be humble your heart? നിങ്ങളുടെ ഹൃദയത്തെ താഴ്മ കൊണ്ട് ധരിക്കുവാൻ Will you തയ്യാറാകുമോ? take a decision? ദൈവസന്നിധിയിൽ താഴ്മയുള്ള ഹൃദയത്തോടെ ഒരു തീരുമാനമെടുക്കുവാൻ തയ്യാറാകുമോ? Like Jesus forgave us, we will forgive it to others. യേശു നമ്മോട് ക്ഷമിച്ചതുപോലെ നമുക്ക് അവരോട്, മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയും. Whatever they have done, അവർ ചെയ്തത് എന്തായാലും like Jesus forgave us, we will forgive it to them. യേശു നമ്മോട് ക്ഷമിച്ചതുപോലെ അവരോട് ക്ഷമിക്കുവാൻ കഴിയും. Who will say tonight, ആരിന്ന് രാത്രി പറയും, I will forgive those who offended to me. എനിക്ക് തിന്മ ചെയ്തവരോട് ഞാൻ ക്ഷമിക്കും. I am going to go and reconcile the problem with my brother or sister. എൻ്റെ സഹോദരനോടോ എൻ്റെ സഹോദരിയോടോ പോയി എൻ്റെ പ്രശ്നം ഞാൻ പരിഹരിക്കാൻ പോവുകയാണ്. After this convention, ഈ കൺവെൻഷന് ശേഷം, this week, ഈ ആഴ്ചയിൽ, or next week, അടുത്ത ആഴ്ചയിൽ, before this year over, ഈ വർഷം കഴിയുന്നതിന് മുൻപ് I will take courage to go and reconcile. ഞാൻ മറ്റുള്ളവരുടെ ആ പ്രശ്നത്തിൽ ചെന്ന് നിരപ്പ് പ്രാപിക്കാൻ ഞാൻ ധൈര്യമെടുക്കും. Who will say that? ഇന്ന് രാത്രി ആരാ How തീരുമാനമെടുക്കും? many of you will be courageous to do that? ആ ഹൃദയപൂർവമായ ധൈര്യത്തോടുള്ള തീരുമാനമെടുക്കാൻ ആര് തയ്യാറാകും? My beloved sister, എന്നെ കേൾക്കുന്ന സഹോദരി, my beloved brother, അമ്മ കേൾക്കുന്ന സഹോദര, my beloved pastor, അമ്മ പ്രിയമുള്ള പാസ്റ്റർ, will you be courageous? നീ ധൈര്യമുള്ളവനായി തീരുമോ? Take that decision ഇന്ന് രാത്രി ആ to തീരുമാനമെടുക്കും. go and reconcile the broken relationship. അമ്മ വിച്ഛേദിക്കപ്പെട്ട ബന്ധങ്ങളെ പണിയുവാൻ, തകർന്നു പോയ, ഉടഞ്ഞു പോയ, അന്യപ്പെട്ടു പോയ സ്നേഹബന്ധങ്ങളെ അതേ പുതുക്കിയെടുക്കുവാൻ ഉള്ള തീരുമാനം ആരേറ്റെടുക്കും? How many of you will take that important decision? ഇന്ന് രാത്രി സുപ്രധാനമായ തീരുമാനം എടുക്കുവാൻ ആര് തയ്യാറാകും? The last day of the conference. ഈ കൺവെൻഷന്റെ അവസാന ദിവസം How many of you will take that decision? ആ തീരുമാനം ആരെടുക്കും? I will take courage to go and be reconciled. ഞാൻ പോയി നിരപ്പ് പ്രാപിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ധൈര്യം പ്രാപിക്കുന്നു. Please raise your hand if you do that. ആ വ്യക്തികൾ കരങ്ങൾ ഉയർത്തട്ടെ. Hallelujah. Thank ആ you. കരങ്ങൾ ഉയർത്തട്ടെ. Hallelujah. ചോദിക്കുവാൻ It must be a genuine commitment. It must be a genuine commitment. അമേ ശരിയായ ഒരു തീരുമാനം സമർപ്പണം. Jesus will be happy when we do that. നാം അത് ചെയ്യുമ്പോൾ യേശു സന്തോഷിക്കും. I remember
ഞാൻ ഓർക്കുന്നു. Whoever my dad hated, I hated them. എൻ്റെ പിതാവ് വെറുത്തവരെയെല്ലാം ഞാനും വെറുത്തിരുന്നു. I hated my own daddy's family members. എൻ്റെ പിതാവിൻ്റെ സഹോദര കുടുംബങ്ങളെയും ഞാൻ When വെറുത്തിരുന്നു. I was in Ayur, God reminded me എന്നാൽ ഞാൻ ആയുരായിരുന്ന സമയത്ത് ദൈവം എന്നെ ഓർമ്മിപ്പിച്ചു, to go to my family members. എൻ്റെ കുടുംബങ്ങളുടെ അടുക്കൽ പോകണം. I remember I went to my papa's place, daddy's brother's house. എൻ്റെ പിതാവിൻ്റെ സഹോദരന്റെ വീട്ടിലേക്ക് പോയി. He was in the kitchen. അദ്ദേഹം അടുക്കളയിലായിരുന്നു. I touched his feet. I bent down. I touched his feet. അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളിൽ തൊട്ടിട്ട് ഞാൻ ക്ഷമ യാചിച്ചു. I asked, please forgive me. എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. Forgive me. എന്നോട് ക്ഷമിക്കണം. I believe by that our broken relationship restored. അവൻ ആ നിരപ്പിനാൽ ഞങ്ങളുടെ അകന്ന ബന്ധങ്ങൾ അടുത്തു വന്നു. God was pleased. ദൈവം ഞങ്ങളെ ഒന്നിപ്പിച്ചു. Would you take that courageous step this evening? ഇന്ന് രാത്രി ആ തീരുമാനം എടുക്കാൻ തയ്യാറാകുമോ? Jesus, I will make you happy. I will please you. ഇന്ന് രാത്രി കർത്താവേ, നിന്നെ സന്തോഷിപ്പിക്കുവാൻ പ്രസാദിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I will go and reconcile the broken relationship. അകന്നുപോയ ബന്ധങ്ങളെ, ഉടഞ്ഞുപോയ ബന്ധങ്ങളെ അവൻ നിരപ്പിക്കുവാൻ, ആ വ്യക്തികളുമായി നിരപ്പ് പ്രാപിക്കുവാൻ ഞാൻ തയ്യാറാണ്. My friend, then this convention will be a successful one. അങ്ങനെ നിങ്ങൾ ചെയ്യുമെങ്കിൽ ഈ കൺവെൻഷൻ സഹോദരങ്ങളെ ഒരു വിജയമായിരിക്കും. Your life will be blessed. നിങ്ങളുടെ ജീവിതം വിജയമായിരിക്കും. Your church will be blessed. നിങ്ങളുടെ സഭ വിജയമായിരിക്കും. There will be peace in your home. നിങ്ങളുടെ വീട്ടിൽ സമാധാനമുണ്ടാകും. Will you do that? നിങ്ങളത് ചെയ്യുമോ? Pray and close it. Pray. ഇന്ന് രാത്രി ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നുള്ളവർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നുള്ളവർ, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും. ആ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. സമാധാനത്തിൻ്റെ ദൈവം നമ്മെ ശുദ്ധീകരിച്ച് കാക്കുവാൻ ഇന്ന് രാത്രി എല്ലാവരും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. സാത്താന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ അന്യോന്യം ക്ഷമിക്കാഞ്ഞാൽ സാത്താന്റെ തന്ത്രങ്ങൾ വിജയിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി സമാധാനത്തിന്റെ ദൈവം ഇതിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. സമാധാനത്തിന്റെ ദൈവം സാത്താന്റെ തല വേഗത്തിൽ ചതച്ചു കളയും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ അവർ കരങ്ങളെ തട്ടി ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. ഞങ്ങളുടെ കർത്താവ് ഇന്ന് രാത്രിയിൽ ആഴമേറിയ ദൈവവചനത്തിന്റെ ശക്തിക്കായി ഇന്ന് രാത്രി നന്ദി പറയുന്ന കർത്താവേ, തേനിലും തേൻകട്ടയിലും മാധുരമേറിയ വചനം, പാറയെ തകർക്കുന്ന ചുറ്റികയ്ക്ക് സമാനമായ ദൈവവചനം ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങിയതിനാൽ, ഇന്ന് രാത്രി ചില ഹൃദയങ്ങളെ തൊട്ടതിനാൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം ഈ സ്ഥലത്ത് വെളിപ്പെട്ടതിനാൽ ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ അഭിഷിക്തദാസനെ ഇന്ന് രാത്രിയിൽ ശക്തിയോട് ഉപയോഗിച്ചതിനാൽ നന്ദി പറയുന്ന കർത്താവേ, ദൈവത്തോടുള്ള സമാധാനം പ്രാപിക്കുവാൻ, ദൈവിക സമാധാനത്തിൽ ജീവിക്കുവാൻ, അന്യോന്യമുള്ള സമാധാനത്തിൽ ജീവിക്കുവാൻ അധികം കൃപ തന്റെ ജനത്തിന്റെ മേൽ പകരണമേ. ഈ രാത്രി രോഗികളായി, ബലഹീനരായി, ക്ഷീണിതരായി, ഭാരമുള്ളവരായി, ആശയമേൽ ആകുലരായി, കുഴങ്ങിയവരായി തീർന്നിരിക്കുന്ന ജനത്തിന്റെ മേല് യേശുവിന്റെ സമാധാനം ഈ ഹോളിനുള്ളിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ആയൂർ സെന്ററിലെ സഭകളിൽ ആ ദൈവിക സമാധാനം വ്യാപരിക്കട്ടെ. ആയൂർ സെന്ററിലെ എല്ലാ കുടുംബങ്ങളിലും ആ സമാധാനം വ്യാപരിക്കട്ടെ. കർത്താവേ, ഇന്ന് രാത്രി ഈ വചനം കേട്ട് തന്റെ ജനത്തിന് മേൽ ഈ സമാധാനം വ്യാപരിക്കട്ടെ. ഈ വർഷത്തെ ഈ കൺവെൻഷൻ ഏറ്റവും വിജയകരമായി തീരത്തക്കവണ്ണം ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിലും ഇതിനകത്ത് വ്യാപരിച്ചതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അതിന് നേതൃത്വം കൊടുക്കുവാൻ, അവൻ ഡിസ്ട്രിക്റ്റിലെ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ അങ്ങയുടെ ദാസനെ അഭിഷേകം ചെയ്ത് ഉപയോഗിക്കുന്നതിനാൽ സ്തോത്രം. ഇന്ന് രാത്രി എല്ലാ മഹത്വം കർത്താവിന് യേശുവിന്റെ നാമത്തിൽ തന്നെ.